പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ സ്വഹാബത്തിനെ വിളിച്ചു. പരിശുദ്ധമായ പള്ളിയിലേക്ക് വിളിച്ചു, സ്വഹാബികളെ വിളിച്ചു. അവരോട് പറഞ്ഞു, എല്ലാവരും വരണം, ഒരു വിശേഷപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട്, അതുകൊണ്ട് എല്ലാവരും വരണം എന്ന് സ്വഹാബികളെ വിളിച്ചു. സ്വഹാബ് മുഴുവനും ഓടിക്കൂടിയിരിക്കുകയാണ്. അവർ ചോദിച്ചു, നബിയെ, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് അങ്ങ് വിളിച്ചത്? മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഇതാ ഒരാട്ടിടയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരനുഭവമുണ്ടായത് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവമെന്ന്? അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഞാൻ ഷാമിലേക്കുള്ള വഴിയിൽ എന്റെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ തൊഴിലാണ്. ഞാൻ എന്റെ ആട്ടിൻ പറ്റങ്ങളെ തെളിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിൽപ്പെട്ട ഒരാടിനെ പിടിക്കാൻ ഒരു ചെന്നായ ഓടി വരുന്നു. ഞാൻ അതിനെ തടഞ്ഞു. ഈ ആടിനെ പിടിക്കാതിരിക്കാൻ ഞാൻ തടഞ്ഞു വെച്ചു. അന്നേരം ആ ചെന്നായ അവിശ്വസനീയമാം വിധം എന്നോട് ചോദിച്ചു, അതംനഉനി അതഹൂലു ബൈനി വബൈന റിസ്ഖിൻ സാഖഹല്ലാഹു ലി. നിങ്ങൾ എന്നെ തടയുകയാണോ? എനിക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു ഭക്ഷണത്തിന്റെ ഇടയിൽ നിങ്ങൾ വിലങ്ങതടിയായി നിൽക്കുകയാണോ? ഇതെനിക്ക് അല്ലാഹു കൊണ്ടുതന്ന ഭക്ഷണമാണ്. ഈ ആട് എന്റെ ഭക്ഷണമാണ്. നിങ്ങളത് തടഞ്ഞു വെക്കുകയാണോ എന്ന് ചോദിച്ചു. മഹാനായ സ്വഹാബി പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദിഅ്ബുൻ തതകല്ലം, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെന്നായോ, സംസാരിക്കുന്ന ഒരു മൃഗമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അങ്ങനെ ചോദിച്ചു അതിനോട്, സംസാരിക്കുകയോ? നീ എന്നോട് എന്റെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞു, അഅജബു മിൻ ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഹർറതൈൻ യുഖ്ബിറു الناس ബിമാ ഖദ് സലഫ് വമാ സയകൂൻ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആ പർവ്വതങ്ങൾക്കിടയിൽ ചരൽക്കല്ലുകൾ നിറഞ്ഞ ആ ഭൂമികയിൽ സ്വഹാബത്തിന് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ അത്ഭുതങ്ങളും ഒക്കെ നബി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ആടിനെയും വെച്ച് നടന്ന് ഇതൊന്നും കേട്ടിട്ടില്ലേ? ഞാൻ സംസാരിച്ചതാണോ നിന്റെ അത്ഭുതം? ഇതിലും വലിയ അത്ഭുതമാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്നോട് തിരിച്ചു നടക്കാനുള്ള ആഹ്വാനമാണ്. ഇത് അല്ലാഹുവാണ് എന്നെ കൊണ്ടെത്തിച്ചത്. അല്ലാഹുവാണ് ഈ മൃഗത്തിന്റെ മുമ്പിലേക്ക് അയച്ചത്. അതുകൊണ്ട് ഞാൻ മുത്തുനബിയെ പോയി കാണുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ മദീനയിലേക്ക് തിരിച്ചു നടന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. നബി തങ്ങളോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ തഖൂമു സ്സാഅ ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസ്, മനുഷ്യരോട് മൃഗങ്ങൾ സംസാരിക്കുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹ്. വയുകല്ലിമു റജുല അദ്ബതു സൗതിഹി, ഒരു മനുഷ്യനോട് തന്റെ ചാട്ടവാറിന്റെ അഗ്രം സംസാരിക്കുകയും വശിറാഖു നഅലിഹി, തന്റെ ചെരുപ്പിന്റെ വാർ സംസാരിക്കുകയും വയുഖ്ബിറുഹു ഫഖദുഹു മാ അഹ്ദഥ അഹ്ലുഹു ബഅദഹ, താൻ വീട്ടിൽ നിന്ന് പോയതിന്റെ ശേഷം തന്റെ ഭാര്യ എന്തെങ്കിലും അവിശ്വാസ്യത ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യന്റെ കാൽത്തുട അവനോട് വിളിച്ചു പറയുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസ്തുതയെ ശരിവെക്കുകയും അത് സത്യമാണെന്ന് പറയുകയും അങ്ങനെ മൃഗങ്ങൾ സംസാരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ട് എന്നും മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ രണ്ട് വിഷയങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഇഅ്ജാസുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുഅ്ജിസത്താണിത്. മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരു മൃഗമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ആടിനെയും വെച്ച് നടക്കുന്നു. അവിടെ ബൈന ഹർറതൈൻ, ശുദ്ധമായ മദീനയിൽ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അനുയായികൾക്ക് അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. പരിശുദ്ധങ്ങളായ ഇജാസുകളെ സംബന്ധിച്ച്, മുഅ്ജിസത്തുകളെ സംബന്ധിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഒരുപാട് അത്ഭുതങ്ങൾ ഹബീബ് കാണിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇജാസുകൾ ഉണ്ടാകുന്നത് ഈമാൻ വർദ്ധിക്കുവാനാണ്. അങ്ങനെയാണ് കറാമത്തുകൾ ഉണ്ടാകുന്നത് ആ കാലക്കാരായ ആളുകൾക്ക് ഒരുപാട് ഈമാൻ വർദ്ധിക്കുവാൻ നിമിത്തമാകുമെന്നാണ്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ കാലത്ത് കറാമത്തുകൾ കുറവും താബിഈങ്ങളുടെയും പിൻഗാമികളായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കാലങ്ങളിൽ മുഅ്ജിസത്തുകൾ ഒരുപാട് കാണാനും ഒരു കാരണമുണ്ട്. ചില ആളുകൾ അങ്ങനെ തന്നെ ചോദിച്ചു, കറാമത്തുകൾ അത്ഭുതമെങ്കിൽ എന്താ പിന്നെ സ്വഹാബത്തിന്റെ കറാമത്ത് കുറച്ചല്ലേ ഉള്ളൂ? മുഹദ്ദീൻ ശൈഖ് തങ്ങൾക്ക് എത്ര കറാമത്തുകളാണ്, നൂറുകണക്കിനാണ്. മഹാനായ ജിബീർ ശൈഖ് തങ്ങളുടേത്, ഉമർ തങ്ങളുടേത് വലിയ വലിയ കറാമത്തുകളാണ്, ഒരുപാട്. അത്രയൊന്നും സ്വഹാബത്ത് നിന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾ സംശയം ചോദിച്ചേക്കും. അതിന് അല്ലാമ താജുദ്ദീൻ സുബ്കി തങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് ഒരാൾ വന്ന് ഇതേ ചോദ്യം ചോദിച്ചത്. അല്ലാമ താജുദ്ദീൻ സുബ്കി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, സ്വഹാബികളിൽ നിന്ന് കറാമത്തുകൾ വളരെ കുറവാണല്ലോ, പിൻഗാമികൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണം? പറഞ്ഞു, സ്വഹാബികൾ അക്മലുൻ നാസി ഈമാന, സത്യവിശ്വാസികളിൽ ഈമാൻ ഏറ്റവും വർദ്ധിച്ചത് സ്വഹാബത്തിനാണ്. അവർ ഹബീബിന്റെ നുബുവത്തിന്റെ സാക്ഷികളാണ്, ശുഹദാഉൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ സാക്ഷികളാണ്. അവരുടെ ഈമാൻ പോലെ ഈമാൻ ഒരു കൂട്ടർക്കുമില്ല. അത് മാത്രമല്ല, അല്ലാഹു തആല മുഅ്ജിസത്തുകളും കറാമത്തുകളും കൊടുക്കുന്നത് ഈമാൻ സിയാദത്തുണ്ടാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സ്വഹാബത്തിൽ അതിനാവശ്യം വന്നില്ല. പിൻഗാമികളിൽ ഈമാൻ കുറഞ്ഞു പോയവരാണ്. അതുകൊണ്ട് കാലം പിന്നോട്ട് പോകുന്തോറും മഹത്തുക്കളായ ആരിഫീങ്ങളിൽ നിന്ന്, ഔലിയായിൽ നിന്ന് കറാമത്തുകൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുമെന്നാണ്. അത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നുവെന്ന് നമുക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കുമൊക്കെ പഠിക്കാൻ അത് കാരണമാവും. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അദ്ദേഹം ഉംറക്ക് വരുമ്പോഴൊക്കെ സ്ഥിരമായി തങ്ങുന്ന ഒരു വീടുണ്ട്. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ വീടാണത്. കാരണം ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോ മദീന വഴിയാണ് പോവാറുള്ളത്. മദീനയിൽ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ വീടുണ്ട്, അവിടെ താമസിക്കും. അപ്പൊ കൂട്ടുകാരുടെ അരികത്ത് പോകുന്നത് സ്വാഭാവികം. സഅദ് റളിയല്ലാഹു അൻഹു ഇനി മുതൽ മുസ്ലിമാണ്. തന്റെ കൂട്ടുകാരൻ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അമുസ്ലിമാണ്, മുശ്രിക്കാണ്, ബഹുദൈവ വിശ്വാസിയാണ്. മക്കയിലെത്തിയപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, ഉമയ്യ, ഞാൻ വന്നത് ഉംറ നിർവഹിക്കുവാനാണ്. എനിക്ക് പരിശുദ്ധമായ കഅബാലയം എപ്പോഴാണെന്ന് ഫ്രീ ആവുക, ആ സമയം എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അവിടെ ചെന്ന് ഉംറ നിർവഹിക്കാം. നിങ്ങൾ എനിക്ക് അതിന്റെ സൗകര്യവും സന്ദർഭമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരു ഉച്ചനേരത്ത് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവിടെ വന്നു അബൂ ജഹൽ, അംർ ഇബ്നു ഹിഷാം, അദ്ദേഹം അവിടെ വന്നു. മദീനക്കാരനായ യസ്രിബുകാരനായ ഒരാൾ ഇങ്ങനെ കഅബക്ക് ചുറ്റും ഒരു പേടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ നടക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ചെറിയൊരു അസൂയ വന്നു. ഇയാൾ മദീനക്കാരനല്ലേ? മദീനക്കാർ നബി തങ്ങൾക്ക് അഭയം കൊടുത്തവരാണ്. മദീനക്കാരനായ ഒരാൾ മക്കയിൽ എങ്ങനെ പേടിയില്ലാതെ നടക്കുകയോ? അതുകൊണ്ട് ചോദിച്ചു, നീ അബൂ സുഫിയാന്റെ അബൂ സഫ്വാൻ, ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ പേരാണ്. സഫ്വാനിന്റെ മകൻ, ഉപ്പ, സഫ്വാനിന്റെ ഉപ്പ എന്നാണ് അയാൾ അറിയപ്പെടുക. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ പേര്. അബൂ സഫ്വാൻ നിങ്ങൾക്ക് അഭയം നൽകിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മദീനയിലേക്ക് നിങ്ങൾ ജീവനോടെ തിരിച്ചു പോവില്ലായിരുന്നു എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജഹൽ വിമ്പിളക്കി. അഭിമാനിയാണ് അൻസ്വാരികൾ, മദീനക്കാരൻ അഭിമാനികളാണ്, അവർക്കിത് ഇഷ്ടപ്പെടില്ല. അദ്ദേഹം ചോദിച്ചു, അബൂ ജഹൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ്, നിങ്ങൾ മദീന വഴിയാണ് കടന്നു പോവുക.
മദീനയിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ചു വെക്കും. നിങ്ങളുടെ കാഫിലകൾക്ക് നടന്നു പോവാൻ കഴിയാത്ത വിധം ഞങ്ങൾ അവിടെ തടസ്സം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ആ സമയം അബൂജഹലും സഅദ് റളിയല്ലാഹു അൻഹു തമ്മിൽ വാക്കേറ്റമായി. ഉമയ്യ പറഞ്ഞു, സഅദേ, സൂക്ഷിച്ച് സംസാരിക്കുക. ലാ തർഫഅ സൗതക അലാ അബീ ജഹൽ, അബൂജഹലിനേക്കാളും ശബ്ദമുയർത്തരുത്. ഫഇന്നഹു സയ്യിദു ഖൗമി, സമൂഹത്തിന്റെ നേതാവാണ് അബൂജഹൽ. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ ഒരൽപ്പം കൂടെ മാന്യതയാവാമെന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമയ്യ, എന്ത് അബൂജഹൽ, നിങ്ങളെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളാൽ, അവിടുത്തെ ഉമ്മത്തിയുടെ കൈകളാൽ നിങ്ങൾ തന്നെ വധിക്കപ്പെടുമെന്ന് മുത്തുനബി പറഞ്ഞതിന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ ഓടിപ്പോകുന്നത്? നിങ്ങൾ അള്ളാഹുവിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടില്ല, അള്ളാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഉമയ്യത്ത് ചോദിച്ചു, എന്നെയോ? സമ്മാനി, എന്റെ പേര് പറഞ്ഞു. അതേ, നിന്റെ പേര് പറഞ്ഞു. തന്റെ കൂട്ടുകാരനോട് പറയാൻ സഅദ് എന്നവർ. ഉമയ്യ, നീയും അബൂജഹലും ഒക്കെ ഇസ്ലാമിന് ഉപദ്രവം ചെയ്തവരാണ്. ഇസ്ലാമിന് ഉപദ്രവം ചെയ്തവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഉമയ്യ, കരുതി നിന്നോളൂ, നിങ്ങൾ വധിക്കപ്പെടാൻ പോകുന്നു ആ മുത്തുനബിയുടെ അനുയായിയുടെ കൈകളാൽ. ഇതൊരു ഇഖ്ബാറുൻ അനിൽ മഗീബാത്ത്, ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള വിവരണമാണ്. ഉമയ്യത്ത് പേടിച്ചു. അദ്ദേഹത്തിന് അറിയാം, വമാ കദബ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ നുണ പറയില്ല എന്ന് ഉമയ്യത്തിന് അറിയാം. മുത്തുനബി തങ്ങൾ ഒരിക്കലും കളവ് പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നീ കേട്ടോ, എന്റെ മദീനക്കാരനായ കൂട്ടുകാരൻ പറഞ്ഞത്, ഞാൻ വധിക്കപ്പെടുമത്രേ, അതും മുഹമ്മദ് നബിയുടെ ആളുകളുടെ കൈകളാൽ. മക്കയിൽ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അല്ല, മക്കയിലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ മക്കയിലല്ല എങ്കിൽ ഞാൻ മക്ക വിട്ടു പോവില്ല. മക്കയിൽ വെച്ച് എന്നെ കൊല്ലുമെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ മക്ക വിട്ട് എങ്ങോട്ടും പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ കൊല്ലപ്പെടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. മക്ക വിട്ടു പോവില്ല. അല്ലാഹുവിന്റെ തീരുമാനം വരുന്നു. പരിശുദ്ധമായ ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. അബൂജഹലിന്റെ കച്ചവട സംഘം മദീന വഴി മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ആ സംഘത്തെ പിടിച്ചു വെക്കാൻ പോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളുടെ സമ്പത്ത് എല്ലാം കൊള്ളയടിച്ച് സിറിയയിൽ പോയി വിറ്റ് ആ കാശ് കൊണ്ടാണ് അവർ മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അവരെ പിടിച്ചു വെക്കണമെന്ന് തീരുമാനിച്ചു. മുസ്ലിമീങ്ങളുടെ സ്വത്താണ് അവരുടെ കൈകളിലുള്ളത്, അത് ഇസ്ലാമിന് വേണമെന്ന് പറഞ്ഞു. ആ സമയം മക്കക്കാർ ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അതാണ് പിന്നീട് ലോക ചരിത്രത്തിൽ ബദർ യുദ്ധം എന്നറിയപ്പെടുന്ന സംഭവത്തിലേക്ക് വഴി കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ചെന്നതും അബൂ സുഫിയാൻ ജിദ്ദയുടെ ആ ഓരം ചേർന്ന് കടലിന്റെ കരയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അബൂജഹലും ആളുകളും മക്കയിൽ നിന്ന് ആളുകളെ കൂട്ടുകയാണ്. സൈന്യം മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ മദീനയിലേക്ക് മാർച്ച് ചെയ്യുന്നു. എല്ലാവരും പോരുകയാണ്. പക്ഷേ ഉമയ്യത്ത് ഒരിക്കലും പോരുന്നില്ല മക്കയിൽ നിന്ന്. ഉമയ്യത്തിനറിയാം, ഞാൻ മക്കയിൽ നിന്ന് പോന്നാൽ എന്നെ അവര് വധിക്കും. കാരണം മുഹമ്മദ് നബി ഞാൻ വധിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മക്ക വിട്ടു പോവില്ല. അങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനില്ല. അബൂജഹൽ ചോദിച്ചു, അന്ത സയ്യിദുൽ ബാദിയ, ഞാൻ ഈ നാടിന്റെ നേതാവെങ്കിൽ ഈ ഗ്രാമത്തിന്റെ നേതാവ് നിങ്ങളാണോ ഉമയ്യ? എന്ത് ഭീരുത്വമാണിത്, നിങ്ങൾ പോരുന്നില്ലേ ബദറിലേക്ക്? ഞാൻ പറഞ്ഞു, ഞാനില്ല. അങ്ങനെ കഅബാലയത്തിന്റെ അരികത്ത് പോയിരിക്കുകയാണ്. അബൂജഹലിനറിയാം ആളുകളുടെ മർമ്മം അറിഞ്ഞ് സംസാരിക്കാൻ. അബൂജഹൽ ഒരൽപ്പം ബഖൂർ എടുത്തു, പുകയിപ്പിക്കുന്ന സുഗന്ധം. അത് പുകയിപ്പിച്ച് കഅബാലയത്തിന്റെ അരികത്തിരിക്കുന്ന ഉമയ്യത്തിന് മുമ്പിൽ കൊണ്ടുപോയി പറഞ്ഞു, ഉമയ്യ, ഇനി വസ്ത്രമൊക്കെ നല്ല സുഗന്ധം പിടിപ്പിക്ക്, നീ സുഗന്ധം ആസ്വദിച്ച് ഇവിടെ നിൽക്ക്. പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി ഇതാണല്ലോ, അതുകൊണ്ട് നിനക്ക് സുഗന്ധമാവാം. ഞങ്ങൾ ആൺകുട്ടികൾ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉമയ്യത്തിന്റെ അഭിമാനം ഇളകി. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട് അജ്വദന്നൂഖ്, എത്രയും നല്ല ഒട്ടകം ഞാൻ മക്കയിൽ സംഘടിപ്പിച്ച് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. അബൂജഹൽ അങ്ങനെ ഇളക്കി വിട്ടത് കൊണ്ട് ഉമയ്യത്ത് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഉമയ്യത്തിന്റെ മനസ്സിലുണ്ട്, സംഗതിയിൽ ആളുകളുടെ അശ്രദ്ധ കിട്ടിയാൽ ബാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമെന്ന്. അങ്ങനെ ഉമയ്യ ബദർ വരെ പോവുകയാണ്.
ബദറിലേക്ക് എത്തുന്ന ഓരോ ഇടക്കും അബൂജഹലിന്റെ കണ്ണുണ്ട്, ഉമയ്യ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന്. അബൂജഹലിന് അറിയില്ല ഉമയ്യ പേടിക്കുന്നത് മുത്തുനബിയുടെ വാക്കാണ് എന്ന്. അങ്ങനെ ബദറിലേക്ക് എത്തുന്നു. ബദറിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിലാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് വധിക്കപ്പെടുന്നത്. ഓടി രക്ഷപ്പെടാൻ വേണ്ടി വിചാരിച്ചു വന്ന ആൾ അള്ളാഹുവിന്റെ ഖളാഇനാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് മക്കയ്ക്ക് പുറത്തെത്തി. അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നു, മക്കയുടെ പുറത്ത് വെച്ച് ഉമയ്യ വധിക്കപ്പെടുമെന്ന്. എന്തായിരുന്നുവോ മുത്തുനബി പറഞ്ഞത്, ആ വാക്കുകൾ അള്ളാഹു സാധിപ്പിക്കുകയാണ്. അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നുവോ ആ വാക്കുകൾ നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർ, ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാർ, ഇവിടെ ഇല്ലാത്ത സയ്യിദന്മാർ, ഇവിടൊക്കെ ചില വാക്കുകളിൽ നാവുകളിലൂടെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോ ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് ഉലമാ പറയാറുണ്ട്. അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, ലൗ അറാദു അറാദല്ലാഹ്, അവരെന്തെങ്കിലും ഉദ്ദേശിക്കുമ്പോഴേക്കും ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നാവിന് ഫലമുള്ളവർ, പറഞ്ഞാൽ പറഞ്ഞ വാക്ക് എന്തുദ്ദേശിച്ചുവോ ആ വിഷയം അങ്ങനെ നടക്കുന്നത്. അതൊക്കെ മുത്തുനബിയുടെ ചോര അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതിന്റെ മഹത്വമാണ്. ആ ഒരു മഹത്വമാണ് നമ്മൾ എല്ലാ സയ്യിദന്മാരിലും കാണുന്നത്. മഹാനായ സയ്യിദ് അലി തങ്ങൾ, അവരുടെ കുടുംബത്തിലുള്ള അവരുടെ ജ്യേഷ്ഠന്മാരായ സയ്യിദന്മാർ, അവരുടെ അനിയന്മാരുടെ കുടുംബക്കാർ, പണക്കാട് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട പുത്തൂർ തങ്ങൾ അവറുകൾ, അവരുടെ കബീലകൾ തുടങ്ങി ഓരോരുത്തരും അവരുടെയൊക്കെ നാക്കുകളിൽ അല്ലാഹു തആല കൊടുത്ത ഈ വലിയൊരു മഹത്വം മുത്തുനബിയുടെ ചോര ആ ശരീരത്തിലൂടെ ഒഴുകുന്നതിന്റെ ബറക്കത്താണ്. അങ്ങനെ ആലോചിച്ചാൽ ഇതിന്റെയൊക്കെ ഉറവിടമായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് ഹബീബിന്റെ മകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൈനബ് എന്നവരെയും ഉമ്മു കുൽസൂം എന്നവരെയും കല്യാണം കഴിച്ച ഉസൈബ ഇബ്നു അബീ ലഹബ്, അബൂ ലഹബിന്റെ മകൻ ഉസൈബ. ശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്ം ഇറങ്ങുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ. ശുദ്ധമായ മിഅ്റാജ് ചർച്ച ചെയ്ത ഭാഗമാണ് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്ം ഇറങ്ങിയപ്പോ ആ ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, കദ്ദബ്തു ബിവന്നജ്മി ഇദാ ഹവാ. വന്നജ്മി ഇദാ ഹവാ എന്ന സൂറത്ത്, ഈ വിശുദ്ധ ഖുർആൻ ഞാൻ അംഗീകരിക്കില്ല, ഇസ്റാഉം മിഅ്റാജും അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ ആ ഒരു ഇജാസിനെ, വിശുദ്ധ ഖുർആൻ എന്ന മഹത്വമായ അല്ലാഹുവിന്റെ കലാമിനെ നിന്ദിക്കുക മാത്രമല്ല, നബി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയും അവിടുത്തെ പെൺമക്കളെ ത്വലാഖ് ചൊല്ലുകയും ചെയ്ത് പറഞ്ഞയച്ചു. ആ സമയം ഹബീബിന് വേദന വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലൈഹി കൽബൻ മിൻ കിലാബിക്, അല്ലാഹുവേ നിന്റെ സിംഹങ്ങളിൽപ്പെട്ട ഒരു സിംഹം ഇവന്റെ മേൽ നീ അധികാരം ചെലുത്തി കൊടുക്ക റബ്ബേ എന്ന് ദുആ ചെയ്തു. അബൂ ലഹബിന് അറിയാം നബിയുടെ മുച്ചാപ്പയാണ് അബൂ ലഹബ്, നബി ഉപദ്രവിച്ച ആളാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ദഅവത്ത്, ഇന്നി അഖാഫു അലാ ഇബ്നി ദഅവത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ പ്രാർത്ഥന എന്റെ മകന് സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് എപ്പോഴും പറയാറുണ്ട് അബൂ ലഹബ്. അവർ ഷാമിലേക്ക് പോവുകയാണ്. ഷാമിലേക്ക് പോകുമ്പോ ബുസ്റ എന്ന പ്രദേശത്തിന്റെ പരിസരത്തെത്തി നിന്നപ്പോ അബൂ ലഹബ് പറഞ്ഞു, അവിടെ ഒരു പുരോഹിതന്റെ മഠമുണ്ട്, അവിടെ തങ്ങി. പുരോഹിതൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ തങ്ങുന്നവരല്ലല്ലോ മക്കക്കാരെ, ഖുറൈശികളെ, എന്തു പറ്റി? ഇന്നി അഖാഫു അലാ ഇബ്നി ദഅവത മുഹമ്മദ്, മുഹമ്മദ് നബി തങ്ങൾ എന്റെ മകനെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടം സിംഹങ്ങൾ ഇറങ്ങി നടക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് എന്റെ മകന് ഇന്നിവിടെ രാത്രി സംരക്ഷണം കൊടുക്കണം. എല്ലാവരോടും ഒട്ടകപ്പുറത്തുള്ള സർവ്വ ചരക്കുകളും താഴെ വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ ചരക്കുകൾ കൂമ്പാരത്തിന്റെ മീതെ അബൂ ലഹബിന്റെ മകൻ ഉസൈബക്ക് കടക്കാൻ സ്ഥലം അനുവദിച്ചു. എല്ലാവരും താഴെ കിടന്നാൽ മതി, ഒട്ടകങ്ങളൊക്കെ താഴെ കിടത്തി. ഉസൈബ ഈ ലോഡിന്റെ മേലെ കിടക്കണം. ഒരു രാത്രിയാണ് കഴിച്ചുകൂട്ടുന്നത്. ആ സമയം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഉസൈബക്കൊന്നും സംഭവിക്കരുതേ, ഒരു മൃഗം പോലും ഉസൈബയെ തുടരുത് എന്ന നിശ്ചയത്തിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അല്ലാഹുവിന്റെ ഖളാ നമ്മുടെയൊക്കെ സർവമാന തന്ത്രങ്ങളെയും മറികടക്കുകയാണ്. മനുഷ്യന്റെ തന്ത്രങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ വിധിയുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ തഖ്ദീറും ഖളാഉം ഉണ്ട്. സിംഹം വരുന്നു ആ രാത്രി,
മണം പിടിച്ചു വന്നു. ഒട്ടകങ്ങളുണ്ട് അവിടെ, കടിച്ചു തിന്നാൻ പറ്റിയ ഭക്ഷണമുണ്ട്. ഒട്ടകങ്ങളെ ഒന്നും തൊട്ടില്ല. ഒരുപാട് ആളുകൾ കടന്നുറങ്ങുന്നുണ്ട്. അവരൊക്കെ മണം പിടിച്ചു. ഇത് ചൈബയല്ലെന്ന് മണം പിടിച്ച് അവസാനം ചരക്കിന്റെ മുകളിലേക്കൊന്ന് ലീപ്പ് ചെയ്യുന്നു, ചാടിക്കയറുകയാണ്. അവിടെ ചൈബയുണ്ട്. ചൈബയുടെ വായക്കാണ് കടിച്ചത്. മൂക്കിനും വായക്കും കടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടാണ് ഉത്തൈബ മരിക്കുന്നത്. ആർത്ത് നിലവിളിച്ചു വന്നപ്പോഴേക്കും ഉത്തൈബയുടെ കഥ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു ചുണ്ടുകൊണ്ടാണോ മുത്തുനബിയെ തുപ്പിയത്, ആ ചുണ്ടുകളെ കടിച്ചു പറിച്ചെടുത്തു എന്നതാണ് അത്ഭുതം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനുഭാവനിൽ സാധാരണത്വം ചാർത്തുന്നത് എത്ര വലിയ അപകടമാണ്. അതൊരു സാധാരണ മനുഷ്യനാണ്. എന്തോ പറഞ്ഞുതരാൻ വേണ്ടി വന്നു, തന്നു, പോയി. അതിനപ്പുറം ഒന്നും കൽപ്പിക്കേണ്ടതില്ല. ഇവരൊക്കെ സാധാരണക്കാർ എന്ന് പറയുന്നത് മുത്തുനബിയുടെ മഹത്തരമായ സ്ഥാനം ഇടിച്ചു കാണിക്കലാണ്. അത് മുസ്ലിമിന് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടുള്ളതല്ല. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത്രയും മഹത്തരമായ സ്ഥാനമുള്ളൊരു മഹാനുഭാവനെ സാധാരണത്തിന്റെ കുപ്പായം അണിയിക്കുന്നത് നബിയുടെ ഈ മഹത്വങ്ങളൊക്കെ ചെറുതായി കാണിക്കാനാണ്. അഷ്റഫുൽ ഖൽഖിന്റെ മഹത്വം ചെറുതായി കാണിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി റസൂലില്ലാഹ് فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ശബ്ദം പോലും എന്റെ നബിയുടേതിനേക്കാളും ഉയർത്തിയാൽ നിങ്ങളുടെ അഅമാലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ്. ഉംറയും തവാഫും സഅയും ബൈഅത്തുൽ റിദ്വാനും ബൈഅത്തുൽ അഖബയും ബദറും ഉഹദും എല്ലാം എന്തെല്ലാം നബിയോടൊപ്പം ചെയ്തുവോ അഅമാലുകളെല്ലാം പൊളിഞ്ഞു പോകും എന്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തിയാൽ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഹബീബിനെ ആദരിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും മഹത്വരമേറിയ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. നബിയെ, അങ്ങയുടെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഫമബ്ലഗുൽ ഇൽമി, ഞങ്ങൾക്ക് ലഭ്യമായ വിവരം വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, അവിടുന്നൊരു മനുഷ്യരാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, വെറും ഒരു മനുഷ്യരല്ലല്ലോ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ മൃഗങ്ങളും മനുഷ്യരും ജിന്നുകളും മാലാഖമാരും അതിനപ്പുറം വേറെയുമുണ്ട്. എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠരായത് നബിയെ അങ്ങാണല്ലോ. കഅബാലയത്തെക്കാളും പരിശുദ്ധമായ റൗളയിലെ മണ്ണിനേക്കാളും എല്ലാറ്റിനേക്കാളും ഹജറുൽ അസ്വദിനേക്കാളും സംസമിനേക്കാളും പുണ്യമുള്ളത് ആർക്കാ? മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖാണത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ. സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമായത് നിബിതങ്ങളാണ്. കൗസറിനേക്കാളും ശ്രേഷ്ഠമായത് നിബിതങ്ങളല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലൂടെ അല്ലാഹു കാണിച്ച അത്ഭുതങ്ങൾ എത്രയാണ്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് രണ്ട് ചെറുപ്പക്കാർ കഅബായത്തിന് ചുറ്റുമുള്ള ഒരു അരമതിൽ കിണറുണ്ട്, ഹത്വീം എന്നറിയപ്പെടുന്ന ഹിജ്ർ ഇസ്മായിൽ. അവിടെ കാലും താഴ്ത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന രണ്ടുപേർ മക്കക്കാർ. സഫ്വാൻ പറഞ്ഞു ഉമൈറിനോട്, ഉമൈറേ, എന്തൊരു നഷ്ടമാണ് നമുക്കുണ്ടായത്. നമ്മുടെ നേതാക്കന്മാർ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അടക്കമുള്ളവർ, അബൂജഹൽ അടക്കമുള്ളവർ ബദറിൽ നഷ്ടപ്പെട്ടു പോയല്ലോ. എന്തൊരു നഷ്ടം. ഇനി എന്താ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യം? ബദർ യുദ്ധത്തിന് ശേഷം എന്താ നമുക്ക് നേട്ടമുണ്ടായത് എന്ന് പറഞ്ഞപ്പോ ഉമൈർ ഇബ്നു വഹബ് ഒരു ആവേശത്തിലൊരു കാര്യം പറഞ്ഞു. സഫ്വാൻ, പിന്നെ എന്റെ മക്കളുടെ വിഷയം ഓർത്തിട്ടാ, ഞാൻ മരിച്ചുപോയാൽ അവരെത്തീമുകളാവില്ലേ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കടമുണ്ട്, എന്റെ കടം അങ്ങനെ ബാക്കിയാവില്ലേ? അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പൊ മദീനയിലേക്ക് പോയി ആ നബിയുടെ തല ഞാൻ അറുത്തു കൊണ്ടുവന്നേനെ. രണ്ടാളും മക്കയിൽ വെച്ചാണ് ഈ പറയുന്നത്. കഅബയുടെ മുമ്പിൽ വെച്ചാണ് ഈ സംസാരം. സഫ്വാൻ ഇബ്നു ഉമയ്യ ഇച്ചിരി ബുദ്ധിയുള്ള ആളാണ്. അയാൾ ഒരു ട്രിക്ക് പ്രയോഗിച്ചു.
ഉമൈർ ഇബ്നു വഹബിനോട് പറഞ്ഞു, ഉമൈർ അതിൽ വിഷമിക്കണ്ട, നിങ്ങളുടെ മക്കൾ എന്റെ മക്കളാണ്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ മരിച്ചാൽ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ മക്കളെ. പിന്നെ നിങ്ങളുടെ കടം എന്റെ കടം ഞാൻ വീട്ടോ, നിങ്ങളുടെ കടം ഞാനും വീട്ടും. അതുകൊണ്ട് കടവും മക്കളും ഓർത്തിട്ട് ആ പണി ചെയ്യാതിരിക്കണ്ട, നിങ്ങൾ പോയിക്കോ. ഇത് പറഞ്ഞപ്പോ ഉമൈർ ഇബ്നു വഹബിന് അഭിമാനബോധം കൊണ്ട് പിന്നോട്ടടിക്കാൻ പറ്റുന്നില്ല. ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, സഫ്വാൻ, ഇത് ഞാനും നിങ്ങളുമല്ലാതെ ഒരു കുട്ടിയും അറിയരുത് കേട്ടോ, ആരോടും പറയരുത്, ആരും അറിയരുത്. ഞാൻ ഒറ്റയ്ക്ക് പോകാം, മക്കക്കാർക്കൊരു സർപ്രൈസ് അറിയിച്ചു കൊടുക്കാം. മക്കയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഉമൈർ ഇബ്നു വഹബ് തന്റെ വാള് അതിശക്തമായി മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്, അതിൽ വിഷം വെച്ചിട്ടുണ്ട്. വാളിന്റെ വെട്ടുകൊണ്ടല്ല, വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് നബി മരിച്ചു പോകണമെന്നാണ് തീരുമാനം. വാളിൽ വിഷം പുരട്ടി വെച്ച് ഉണക്കിയെടുത്ത് വാളിന്റെ ഉറയിൽ വെച്ചിട്ട് സഫ്വാനോട് പറഞ്ഞു, സഫ്വാൻ, ഞാനും നിങ്ങളുമല്ലാതെ 4 ചെവികളല്ലാതെ മറ്റാരും ഇത് അറിയരുത്, കേൾക്കരുത്, ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ ഉമൈറേ, നിങ്ങളുടെ മക്കളെ ഞാൻ ഏറ്റു, നിങ്ങളുടെ കുടുംബം ഞാൻ ഏറ്റു, നിങ്ങളുടെ കടം ഞാൻ ഏറ്റിരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളുടെ ദൗത്യത്തിന്. എങ്ങാനും നിങ്ങൾ തടി രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അതല്ല, നിങ്ങൾ അവിടെ വധിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് മദീനയിലേക്ക്. ആ പെരിയ ചൂടിൽ യാത്ര ചെയ്തെത്തി. മസ്ജിദ് നബവിയുടെ മുമ്പിൽ ഒട്ടകം പാർക്ക് ചെയ്തു. നബിയുടെ മുമ്പിലേക്ക് വരികയാണ്. തോളിൽ വാളിന്റെ ഒരു ഉറയുണ്ട്. നബി തങ്ങളുടെ സ്വഹാബി ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴും പറഞ്ഞു, ജാഅ ശൈത്താനുൻ മിൻ ശയാത്തീനി മക്ക, മക്കയിലെ പിശാചുക്കളിലെ ഒരു പിശാച് ദാ വരുന്നു നബിയെ, അവന്റെ വരവ് ശരിയല്ല, അവൻ വാളെടുത്തിട്ടാ വരുന്നത് നബിയെ, അവനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് ആ മനുഷ്യന്റെ മജാമിഉ സൗബ്, വസ്ത്രം കൂട്ടിപ്പിടിച്ചെടുത്ത് ഷർട്ടിന്റെ കോളറിന് പിടിച്ചിട്ട് കൊണ്ടുവന്നു നബിയുടെ മുമ്പിലേക്ക്. നബിയെ, ഉമൈർ ദാ വന്നിരിക്കുന്നു. അപ്പൊ ഉമൈറിന്റെ മകൻ ബദറിലെ അസ്റ, അവിടുത്തെ ചെറപ്പുള്ളികളിൽ ക്യാപ്റ്റീവ്സിൽപ്പെട്ട ആളാണ്. അവനെ മോചിപ്പിക്കലും വാപ്പയുടെ ലക്ഷ്യമാണ്. വാപ്പയുടെ പേര് ഉമൈർ ഇബ്നു വഹബ്, മകന്റെ പേര് വുഹൈബ് ഇബ്നു ഉമൈർ. ഏതായിരുന്നാലും മകനെ മോചിപ്പിക്കുക എന്ന പ്രത്യക്ഷത്തിൽ ആ ലക്ഷ്യത്തിനാ വന്നത്. നബിയുടെ മുമ്പിലേക്ക് വരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഉമൈറിനെ വിട്ടേക്ക്, സ്വന്തമായി നടക്കട്ടെ ഉമൈർ. വന്നിരുന്നു നബിയുടെ മുമ്പിൽ. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഗുഡ് മോർണിംഗ് എന്ന ജാഹിലിയത്തിന്റെ ഗ്രീറ്റിംഗ് ആണത്. തങ്ങൾ പറഞ്ഞു, ഉഹൈബ്, ഉമൈറേ, ഉമൈർ ഇബ്നു വഹബ്, ഖദ് അബ്ദലന അല്ലാഹു ബിഖൈരിൻ മിൻ ഹാദാ, അല്ലാഹു തആല ഇതിനേക്കാളും മഹത്തരമായ ഒരു തഹിയ്യ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക്. അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. നിന്റെ ഈ ഇൻഅം സബാഹക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മാ ജാഅ ബിക യാ ഉമൈർ, ഉമൈറേ, എന്തിനാ മക്കയിൽ നിന്ന് മദീന വരെ ഈ ഒരു വലിയൊരു യാത്ര? ഒന്നുമില്ല, എന്റെ മോനെ നിങ്ങൾ വിട്ടയക്കണം, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്നാലും ഉമൈർ, നിങ്ങൾ എന്തിനാ വന്നത്? അത്രേ ഉള്ളൂ നബി, അത്ര. എന്താ വാള്? എന്തിനായിരുന്നു വാള്? ഈ വാളുകൊണ്ടൊക്കെ എന്ത് കാര്യം നബിയെ? ബദർ യുദ്ധം നടന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ ഞങ്ങൾക്ക് ഈ വാളൊക്കെ ഉണ്ടായിട്ട്? നാണം കെടുത്തട്ടെ പടച്ചോൻ ഈ വാളുകളെ എന്ന് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ നബിയെ, വാളിലൊന്നും കാര്യമില്ല, അതൊക്കെ ഇരിക്കട്ടെ. എന്നാലും ഉമൈറേ, നിങ്ങൾ എന്തിനാ വാളുമായി വന്നത്? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. എങ്കിൽ ഇരിക്കൂ ഉമൈറേ, ഞാൻ പറഞ്ഞു തരാം. ഉമൈർ, നീയും സഫ്വാൻ ഇബ്നു ഉമയ്യയും മക്കയിലെ ഹതീമിൽ കയറിയിരിക്കുകയാണ്. സഫ്വാൻ ബദറിൽ നഷ്ടം സംഭവിച്ച കഥകൾ പറഞ്ഞു തുടങ്ങി. നീയും സഫ്വാനും ആ രാത്രിയിൽ കഥകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കെ നീ പറഞ്ഞു സഫ്വാനോട്, ലൗലാ ദുയൂനി വഅയാലി, എന്റെ മക്കളും എന്റെ കടവുമില്ലായിരുന്നുവെങ്കിൽ ഞാൻ മുഹമ്മദ് നബിയുടെ തലയെടുത്തേനെ എന്ന് പറഞ്ഞു. അന്നേരം സഫ്വാൻ പറഞ്ഞു, പോയിക്കോ, മക്കൾ എന്റെ മക്കൾ, നിന്റെ കടം എന്റെ കടം, ഇത് ഞാനും നീയുമല്ലാതെ ആരും അറിയരുതെന്ന് നീ സഫ്വാനോട് പറഞ്ഞു. സഫ്വാൻ പറഞ്ഞു, ശരി, അങ്ങനെ നിന്റെ വാളിൽ വിഷം പുരട്ടി ഉണക്കി വെച്ച് നീ എന്നെ വധിക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു.
അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് വിവരം തരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നബിയെ. പക്ഷേ മക്കയിൽ ഞാനും സഫ്വാനുമല്ലാതെ മറ്റാരും അറിയാത്ത ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഏകനായ അല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ്. എന്റെ ഷഹാദത്ത് സ്വീകരിക്കണം. ഇതെന്റെ വാള് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് നബിയെ. ഞാൻ മക്കയിലേക്ക് പോയിക്കോട്ടെ, മക്കക്കാരോട് ചെന്ന് ഇസ്ലാം പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങ് സത്യസന്ധരായ നബിയാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ സമ്മതം തരണം. ഞാൻ മക്കയിലേക്ക് പോകട്ടെയോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ അതിന് സമ്മതം കൊടുത്തു. അങ്ങനെ മക്കയിൽ ചെന്ന് മക്കയിലെത്താറായപ്പോ സഫ്വാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. സഫ്വാൻ അറിയില്ല ഈ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ആയിട്ടുണ്ട് എന്ന്. ആരോ ഒരു വഴിയാത്രക്കാരൻ നേരത്തെ മക്കയിലെത്തിയപ്പോ ചോദിച്ചു, നീ ഉമൈറിനെ കണ്ടോ? അസ്ലം, അവൻ ഇന്നു മുതൽ മുസ്ലിമാൻ. ഇത് കേട്ടപ്പോ സഫ്വാനിന്റെ നില തെറ്റി. അവൻ പറഞ്ഞു, എന്തൊരു കൂട്ടുകാരനാണ് അവൻ. ലാ വല്ലാഹി ലാ ഉകല്ലിമുഹു ബഅദ ഹാദൽ യൗം, ഇനി ഞാൻ അവനോട് സംസാരിക്കൂല എന്ന് തന്റെ കൂട്ടുകാരനോട് പിണങ്ങുകയാണ് ഉണ്ടായത്. ആ കൂട്ടുകാരനടക്കം മക്കയിലെ മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ദഅവത്ത് ചെയ്തത് മഹാനായ ഈ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ആണ്. ഇഖ്ബാറുഹു അനിൽ മഗീബാത്ത്, കാണാത്ത കേട്ടിട്ടില്ലാത്ത സംഗതികൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ വഹയിനാൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ഗൈബുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയാണ്. ഖൈബറിലേക്ക് പോകുന്നു നമ്മുടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജൂതന്മാർ താമസിക്കുന്ന ഏരിയയാണ് ഖൈബർ. മദീനയിൽ നിന്ന് ഏതാനും ഫർലോങ്ങുകൾ അപ്പുറത്ത്. ഖൈബറിലെത്തിയപ്പോ നബി തങ്ങൾക്ക് ഭക്ഷണം വേണം. അവിടെ നിന്നാണ് നബി തങ്ങൾക്ക് ആട്ടിറച്ചി ഇഷ്ടമാണെന്നറിഞ്ഞപ്പോ ജൂത പെണ്ണ് നബി തങ്ങൾക്ക് വേണ്ടി ആട്ടിറച്ചി തയ്യാറാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾക്ക് ഇഷ്ടമാണ് ആടിന്റെ കാലിന്റെ ഭാഗം, കൈയിന്റെ ഭാഗം നബിക്ക് ഇഷ്ടമാണെന്നറിയാം. അവിടം ഒരുപാട് വിഷം വെച്ച്, ആ മാംസത്തിൽ ഒന്നാകെ വിഷം വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വിഷം പുരട്ടിയ മാംസവുമായി കടന്നു വന്നു ഈ ജൂത പെണ്ണ് ഖൈബറിൽ മുത്തുനബിയുടെ മുമ്പിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബും അസ്ഹാബുകളും വിശന്നവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അവർ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന നേരം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും കഴിച്ചു തുടങ്ങി. ഒരു കടി കടിച്ചതേയുള്ളൂ നബി തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, നിർത്തണം, ഭക്ഷണം ആരും തുടരുത്, നിർത്തുക, ഒന്നും തുടരുത്, ഒന്നും കഴിക്കരുത്. സ്വഹാബികൾ ചോദിച്ചു, നബി എന്ത് പറ്റി? എല്ലാവരും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. നബി തങ്ങൾ അവരോട് ചോദിച്ചു, ഇവിടെയുള്ള മുഴുവൻ ജൂതന്മാരെയും വിളിച്ചു കൊണ്ടുവരണം, മുഴുവൻ ആളുകളും എന്റെ മുമ്പിലേക്ക് വരണമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് സത്യം പറയുമോ? അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ, ഞങ്ങൾ സത്യം പറയാം. നിങ്ങളുടെ വാപ്പ ആരാണെന്ന് ചോദിച്ചു. ഖൈബറിലെ ജൂതന്മാരുടെ ഒരു ജദ്ദുണ്ട്, അവരുടെ പ്രിയപ്പെട്ട അവരുടെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വല്ലിപ്പ. ആ വല്ലിപ്പ എന്തോ ഒരു ഉപദ്രവം, ഒരു മോശം ചെയ്തതിന്റെ പേരിൽ ഇവരൊന്നും അയാളുടെ മക്കൾ എന്ന് പറയാൻ ഇഷ്ടപ്പെടാറില്ല. അവർ മറ്റൊരാളുടെ പേരാ പറയാ. തങ്ങൾ ചോദിച്ചു, ആരാ നിങ്ങളുടെ വല്ലിപ്പ? ഒരാളെ പേര് പറഞ്ഞു. അദ്ദേഹമല്ലല്ലോ, നിങ്ങളുടെ വല്ലിപ്പ ഇന്നാലിന്ന ആളല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. പിന്നെ ചോദിച്ചു, ഇനി ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമോ സത്യസന്ധമായിട്ട്? തീർച്ചയായും. തങ്ങൾ ചോദിച്ചു, മൻ അഹ്ലുന്നാർ, ആരാണ് നരകത്തിലേക്ക് പോകുന്നവർ? അവര് പറഞ്ഞു, ഞങ്ങൾ ജൂതന്മാർ കുറച്ചു നേരം നരകത്തിൽ കിടക്കും, ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബതും, നിങ്ങൾ നുണയാണ് പറയുന്നത്. വല്ലാഹി ലാ നുഖ്ലിഫുകും ഫീഹാ അബദാ, ഞങ്ങൾ നരകത്തിൽ വന്ന് കിടക്കാൻ പോകുന്നവരല്ല എന്ന് പറഞ്ഞു. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, ഒന്നുകൂടെ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ സത്യം പറയുമോ? നഅം യാ അബുൽ ഖാസിം, ഞങ്ങൾ സത്യം പറയാം. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ ആട്ടിൻ മാംസത്തിൽ വിഷം കലർത്തിയിട്ടില്ലയോ? അവർ പറഞ്ഞു, നഅം, ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു? അപ്പൊ പറഞ്ഞു, നിങ്ങളൊരു നുണ പറയുന്ന നബിയാണെങ്കിൽ നിങ്ങളുടെ കഥ ഇതിൽ കഴിയും. പിന്നെ നിങ്ങൾ സത്യസന്ധരായ അല്ലാഹുവിന്റെ നബിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിവരം കിട്ടും. നിങ്ങളെ ഞങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഇത് എവിടുന്ന് നിങ്ങൾക്ക് വിവരം കിട്ടി എന്നാണ്.
തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ കാലിന്റെ, ഈ ആടിന്റെ കാലിൽ, ആ കാലെന്നോട് വിളിച്ചു പറഞ്ഞു, നബിയെ എന്നെ കടിക്കണ്ട, എന്നിൽ വിഷമുണ്ട് എന്ന്, ഈ ആട്ടിറച്ചിയാണ് എന്നോട് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മറ്റൊരു മുഅ്ജിസത്താണ്. അല്ലാഹുവിന്റെ ഹബീബിനെ തൊടാൻ അവർക്ക് സാധിച്ചില്ല എന്ന് നബി തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് പറയുമ്പോ അവിടെ ഈ മാംസം, വിഷം മൂട്ടിയ ഈ മാംസത്തിന്റെ ഉപദ്രവം നബി തങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ, എന്റെ ഹാർട്ടിന്റെ 2 ഞരമ്പുകൾ മുറിയുമാർ ആ ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന മാംസത്തിന്റെ വിഷത്തിന്റെ ഉപദ്രവം ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല രക്തസാക്ഷിത്വത്തിന്റെ കൂലി കൊടുക്കാൻ ചെയ്ത പണിയാണ്. അവർ നബിയെ വധിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തൊട്ടടുത്ത വർഷമോ മാസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ നബി തങ്ങൾ വഫാത്താകണം. ആ മാംസം അകത്ത് ചെന്നതിന്റെ ശേഷം തങ്ങളുടെ വഫാത്തിന്റെ കാലം വരെ, ആ വഫാത്താണെങ്കിലോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറയിലൂടെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്തിലൂടെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്ത ഒരു നബി തങ്ങളുടെ വഫാത്തിന്റെ അടയാളങ്ങൾ, അതിന്റെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഒരു തുടർച്ച മാത്രമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന് ആ വിഷത്തിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കുകയും മരണം വരെ അതുകൊണ്ട് നബിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയും ചെയ്തത് മുഅ്ജിസത്തുൻ മിൻ മുഅ്ജിസാത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾപ്പെട്ട മുഅ്ജിസത്താണ്. പക്ഷേ നബി തങ്ങൾക്ക് അല്ലാഹു രക്തസാക്ഷിത്വം കൊടുക്കണം. നബി തങ്ങൾ രക്തസാക്ഷിയായി വഫാത്താകണം. തങ്ങൾ പറയാറുണ്ട്, മൻ സഅലല്ലാഹ ഷഹാദ, ആരെങ്കിലും അല്ലാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചാൽ ആ മനുഷ്യൻ മരിക്കുന്നത് ബെഡിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് രക്തസാക്ഷിത്വത്തിന്റെ കൂലി കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മുത്തനബി തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതർ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പും എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത, ആ നബി തങ്ങൾ വഫാത്താവുകയോ ഔ ഖുതില, വധിക്കപ്പെടുകയോ ചെയ്താൽ, അല്ലാഹുവിന് സംശയമുണ്ടായിട്ടല്ലല്ലോ അല്ലാഹു പറയുന്നത്. നബി തങ്ങളുടെ മരണം ഒരു നിലക്ക് നോക്കിയാൽ സ്വാഭാവിക മരണമാണ്. എന്നാൽ വിഷലിപ്തമായി ഈ മാംസം കഴിച്ചതിന്റെ പേരിലുള്ള മരണമെങ്കിൽ ഔ ഖുതില, തങ്ങൾ വധിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. സ്വാഭാവിക മരണവും ഷഹാദത്തും ഒരുമിച്ച് എന്റെ നബിക്ക് വരുന്നുണ്ട് എന്ന അല്ലാഹുവിന്റെ സൂചന ആ ആയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും ومن ينقلب على عقبيه فلن يضر الله شيئا. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണെന്നും ദൂതരാണെന്നും ആ ഹബീബിനെ അല്ലാഹു തആല ബിആയാതിൻ മുഅ്ജിസാതിൻ ബാഹിറാതിൻ, അല്ലാഹു തആല അതിശക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ട് ഹബീബിനെ ഹബീബ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് അല്ലാഹു. തമാശയിലല്ല നബി തങ്ങൾ വന്നിട്ടുള്ളത്. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ അല്ല നബി തങ്ങൾ ഉദ്യമിച്ചിട്ടുള്ളത്. കളവല്ല നബി തങ്ങൾ പറയുന്നത്. ഇത് സത്യമാണെന്നും ഏകനായ അല്ലാഹു ജല്ല ജലാലുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലാത്ത അത്ഭുതങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത് സ്വഹാബത്തിന്റെയും നമ്മുടെയും ഈമാൻ വർദ്ധിക്കുവാനാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് 2 ചെറുപ്പക്കാർ വരുന്നുണ്ട്. അവർ വരുന്നത് യമനിൽ നിന്നാണ്.
യമനിൽ നിന്നാണ്. രണ്ടുപേർ വന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വന്നത് കിസ്റ രാജാവ് പറഞ്ഞയച്ചതാണ്. കിസ്റ രാജാവ് പേർഷ്യയുടെ ഭരണാധികാരിയാണ്. ഇന്നത്തെ ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമുള്ള പ്രദേശം ഭരിക്കുന്നത് അന്ന് ഇറാനിലെ പേർഷ്യയുടെ കിസ്റയാണ്. കിസ്റയുടെ യമനിലെ ഒരു ദൂതനുണ്ട്, ബാദാൻ എന്ന് പറഞ്ഞ ദൂതൻ. ആ ബാദാൻ അയച്ചതാണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് 2 ആളുകളെ പറഞ്ഞയച്ചു. കിസ്റയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കത്ത് വന്നിരിക്കുന്നു. ആ കത്ത് ഹബീബ കൊടുത്തയച്ചത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലൂടെ. അസ്ലിം തസ്ലം, അസ്ലിം തസ്ലം, മുസ്ലിം ആവണം, നിങ്ങൾക്ക് രക്ഷയുണ്ട്. മുസ്ലിം ആവണം, നിങ്ങളുടെ അധികാര പ്രദേശങ്ങൾ മുഴുവനും നിങ്ങളെ തന്നെ നാം ഏൽപ്പിക്കും. മുസ്ലിം ആയിക്കോളൂ കിസ്റ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയച്ചപ്പോ അഹങ്കാരിയായ കിസ്റയുടെ ഭരണാധികാരി അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയെ അപമാനിക്കുകയും ഹബീബിന്റെ കത്ത് വലിച്ചു ചീന്തുകയും ചെയ്തു. ആ വിവരം മദീനയിൽ അറിയുന്നു. ഞൊടിയിട കൊണ്ട് തത്സമയം തന്നെ മസ്സഖല്ലാഹു മുൽകഹു, കിസ്റയുടെ അധികാരം അല്ലാഹു പിച്ചു ചീന്തിയിരിക്കുന്നുവെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേ പറയുകയായി. കത്ത് വന്നപ്പോ പേർഷ്യൻ രാജാവ് പറഞ്ഞു, എന്നെ കത്തയച്ച് ക്ഷണിക്കുകയാണ്. ബാദാൻ 2 ആളുകളെ യമനിൽ നിന്ന് പറഞ്ഞയച്ചു മദീനയിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്ന് വിവരം പറഞ്ഞു, ഞങ്ങൾ ഇന്നതിനാ വന്നത്. 2 പേരും താടി ഷേവ് ചെയ്ത് മീശ നീട്ടി വളർത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വൈലകുമാ മൻ അമറകുമാ ബിഹാദാ, ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? നിങ്ങളുടെ താടി വടിക്കാനും മീശ നീട്ടി വളർത്താനും ആരാ നിങ്ങളോട് പറഞ്ഞത്? അമറനാ ബിഹാദാ റബ്ബുനാ, ഞങ്ങളുടെ രക്ഷിതാവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ രക്ഷിതാവ്? കിസ്റ ഇബ്നു ഹുർമുസ്, കിസ്റ രാജാവ്. കിസ്റയെ പറ്റി റബ്ബ് എന്ന് പറഞ്ഞു. കിസ്റ ഞങ്ങളോട് ഇങ്ങനെയാ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാകിന്ന റബ്ബി അമറനി ബിഇഫാഇ ലിഹ്യതി വബിഖസ്സി ശാരിബി, എന്നോട് എൻ്റെ റസൂൽ പറഞ്ഞത് മീശയുടെ രോമം കട്ട് ചെയ്യാനും താടി നീട്ടി വളർത്താനുമാണ്. ബിഇഫാഇ ലിഹ്യതി വബിഖസ്സി ശാരിബി. ആ സമയം 2 പേരോട് നബി തങ്ങൾ പറഞ്ഞു, ഇർജിഅ ഹത്താ തഅതിയാനി അൽഗദ്, നാളെ 2 പേരും വന്നോളൂ എൻ്റെ മുമ്പിലേക്ക്, ഇന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നു. കിസ്റയുടെ മകൻ കിസ്റയെ ആക്രമിക്കുകയും പിതാവിന്റെ കഴുത്തിൽ കഠാര വെക്കുകയും കിസ്റയെ വധിക്കുകയും ചെയ്ത് അധികാരത്തിലേക്ക് കയറിയിരിക്കുകയാണെന്ന വിവരം ഇറാനിൽ നടന്നത് മദീനയിൽ ഹബീബിന്റെ വിവരം വന്നു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ ബാദാനിന്റെ ദൂതന്മാർ, യമനിലെ അമീർ, കിസ്റയുടെ യമനിലെ അമീറിന്റെ ദൂതന്മാർ നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റബ്ബി ഗളിബ അലാ റബ്ബികുമാ ഫഖതല, എന്റെ രക്ഷിതാവ് നിങ്ങൾ 2 പേരുടെയും രക്ഷിതാവെന്ന് പറഞ്ഞ കിസ്റയോട് ദേഷ്യപ്പെടുകയും കിസ്റയെ വധിക്കുകയും ചെയ്തു. ഫദമുഹു ഫീ നഹരിഹി സാഖിനുൻ അസ്സാഅ, ഈ സമയത്ത് കിസ്റയുടെ കഴുത്തിലെ ചോരക്ക് ചൂടുണ്ട്, ആ ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ കൃത്യമായ സമയം തന്നെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവര് പറഞ്ഞു മുഹമ്മദ് നബിയെ നിർത്തുക, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ രാജാവ് കിസ്റ ഇബ്നു ഹുർമുസ് വധിക്കപ്പെട്ടു എന്നാണോ? അതെ, ഈ സമയം തന്നെ കിസ്റയെ തന്റെ മകൻ വധിച്ചിരിക്കുന്നു. ഇറാനിൽ നിന്ന് ഒരു മെസ്സഞ്ചർ വരാനുള്ള നേരമായിട്ടില്ല. ഇന്നത്തെ പോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലമല്ലേ. അള്ളാഹുവിന്റെ ഹബീബിന് വഹയാണ് വന്നിരിക്കുന്നത്. അവര് പറഞ്ഞു, ഇതുപോലെയുള്ള ഗുരുതരമായ ആരോപണം ഞങ്ങളുടെ കിസ്റയെ പറ്റി പറയുമ്പോ അത് ഞങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങൾ എഴുതി വെക്കണോ? എഴുതി വെച്ചോളൂ. നിങ്ങളുടെ യജമാനുണ്ടല്ലോ യമനിൽ കിടക്കുന്ന ബാദാനോട് പോയി പറഞ്ഞു കൊടുത്തോളൂ കിസ്റ മരിച്ചിട്ടുണ്ട് എന്ന്. ആ വെപ്രാളത്തിൽ 2 പേരും നബി തങ്ങളുടെ കൈയും കാലും പൂട്ടിക്കെട്ടി യമനിലേക്ക് നബിയെ കൊണ്ടുപോവാൻ വന്നവർ, ഇറാനിലെ രാജാവിന്റെ മുമ്പിലേക്ക് നബിയെ കൊണ്ടുപോവാൻ വന്നവർ യമനിലേക്ക് തിരിച്ചു പോകുന്നു. ബാദാനോട് ചെന്ന് പറഞ്ഞു, ബാദാൻ,
കേട്ടത് ശരിയാണോ എന്നറിയില്ല. മുഹമ്മദ് നബി ഞങ്ങളോട് പറഞ്ഞു, കിസ്റയെ തന്റെ മകൻ വധിച്ചിരിക്കുകയാണെന്ന്. ശരിയാണോ എന്നറിയില്ല. ബാദാൻ പറഞ്ഞു, നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. 2-3 ദിവസം കഴിഞ്ഞപ്പോ ബാദാനിന് കിസ്റയിൽ നിന്ന് കത്ത് വരുന്നു, കിസ്റയുടെ മകനിൽ നിന്ന്. ആ മകൻ കത്തയച്ചു, ഞാനാണ് ഇനി മുതൽ രാജാവെന്ന്. വാപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ബാദാനിന് കിട്ടുന്നത് ഇവരെത്തി 2-3 ദിവസം കഴിഞ്ഞിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സമയം, തന്റെ മുമ്പിലിരിക്കുന്ന ഈ 2 പേരോടും ഈ നേരം കിസ്റ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നേരം എപ്പോഴായിരുന്നുവെന്ന് ബാദാൻ കൃത്യമായും ആലോചിച്ചു മനസ്സിലാക്കി നോക്കിയപ്പോ ഈ കത്തിൽ വന്നെത്താൻ എടുക്കുന്ന സമയവും വധിക്കപ്പെട്ട ദിവസവും നോക്കിയപ്പോൾ ഈ 2 പേർ മദീനയിലുള്ള സമയത്താണ് വധം നടക്കുന്നത്. ആ സമയത്താണ് ബാദാൻ പറഞ്ഞത്, ഇത് അത്ഭുതമാണ്, ഇത് അത്ഭുതമാണ്. ഒരു നബിക്കൽ അതിങ്ങനെ പറയാൻ കഴിയില്ല, ഒരു റസൂലിനല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല. ഫഇന്നഹു നബിയ്യുൻ മിൻ അംബിയാഇല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ തന്നെയാണ് ഈ നബി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മൊബൈൽ ടവറുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിസ്റായുടെ ഭരണാധികാരി വധിക്കപ്പെടുന്ന ലൈവ് ടെലികാസ്റ്റിംഗ് അല്ലാഹുവിന്റെ വഹയിന്റെ വെളിച്ചത്തിൽ ഹബീബ് നൽകുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ വദ്ദമു സാഖിനുൻ ഫീ നഹരിഹി, കിസ്റയുടെ കഴുത്തിലെ ചോരയ്ക്ക് ഇപ്പോൾ ചൂടുണ്ട് എന്നുവരെ നബി തങ്ങൾ പറയാൻ കാരണം അല്ലാഹു നൽകുന്ന വിവരമായിരുന്നു. അതിന്റെ പേരിലാണ് ബാദാൻ എന്നവർ മുസ്ലിമാവുന്നത്. റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തെ വിവരം അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ എത്രയാണ് പറഞ്ഞു തന്നത്. അന്ത്യനാളിനോടടുക്കുമ്പോൾ നടക്കുന്ന മൽഹമത്തുകളെ സംബന്ധിച്ച് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ സ്വഹാബികളും നബിയോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുന്തു അസ്അലുഹു അനിശ്ശർരി മഖാഫത അൻ നുദ്രിക, ഓരോ വിപത്തുകളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കാറുള്ളത്. എല്ലാ ഖൈറുകളെ കുറിച്ചും സ്വഹാബികൾ ചോദിക്കുമ്പോൾ എല്ലാ ഷർറുകളെ കുറിച്ചും ഞാൻ ചോദിക്കുന്നു നബിയെ, ഇനി എന്തെങ്കിലും ഷർ, ഈ ഖൈറിന് ശേഷം ഷർറ് വരാനുണ്ടോ? ഉണ്ട്. ആ ഷർറിന് ശേഷം ഖൈറുണ്ടോ? ഉണ്ട്. വഫീഹി ദഖനുൻ, അതിന് ശേഷം ഖൈറുണ്ടോ? ഉണ്ട്. അങ്ങനെ ഓരോരോ വിപത്തുകളും ലീഡ് ചെയ്യുന്ന നേതാക്കന്മാരൊക്കെയാണ്. ഏതെല്ലാം രാജ്യത്താണ് അപകടങ്ങൾ വരാൻ പോകുന്നത്? ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ലോകത്ത് രക്തം ചിന്തി മരിക്കുന്ന ഘട്ടം വരുമ്പോ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? അവരുടെ പേരും പിതാവിന്റെ പേരും അവരുടെ കുടുംബത്തിന്റെ പേരും നബി തങ്ങൾ പറയാതെ പോയിട്ടില്ലെന്ന് മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ഇഖ്ബാറുഹു അനിൽ മഗീബാത്ത് ഒരുപാട് പറഞ്ഞു. അതിൽ പെട്ടതായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു. അന്നൊരിക്കൽ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻതു ബവാബൻ ലിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പറായി നിന്ന ഒരു ദിവസമുണ്ട്. ഞാൻ അന്ന് രാവിലെ കുളിച്ചു. എന്റെ മനസ്സിൽ നിയ്യത്തൊന്നു മാത്രം, മുത്തുനബിയോടൊപ്പം ഞാൻ ഇന്ന് പോകും, നബിയോടൊപ്പം പോയിരിക്കും, നബിയുടെ കൂടെ ഇരുന്ന് ഹബീബിന്റെ പാറാവുകാരനായി ഗേറ്റ് കീപ്പറായി ഞാൻ ഇന്ന് പ്രവർത്തിക്കുമെന്ന് നല്ല നെയ്യത്തോടുകൂടെ ചെന്നു. ഹബീബിന്റെ ട്രേസുകൾ, നിബിതങ്ങളുടെ കാൽവെപ്പുകൾ അന്വേഷിച്ചു ചെന്ന് നോക്കുമ്പോ മദീനയിലെ ഒരു തോട്ടത്തിന്റെ അകത്താണ് നിബിതങ്ങളുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു കിണറുണ്ട്, അല്ല ഒരു അരുവിയുണ്ടെന്ന് റിവായത്തുകളിൽ കാണാം. ആ വെള്ളത്തിലേക്ക് കാല് താഴ്ത്തി വെച്ച് നിബിതങ്ങളുടെ കാലിലെ വസ്ത്രം ഒരൽപ്പം പൊക്കി വെച്ച് ആ വെള്ളത്തിലേക്ക് കാലിട്ട് നിബിതങ്ങൾ ഇരുന്ന ഒരു ദിവസം അബൂ മൂസ അൽ-അശ്അരി തങ്ങളോട് പറഞ്ഞു, അബൂ മൂസ, ഗേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ ഗേറ്റിങ്ങൾ ആര് വന്ന് മുട്ടിയാലും അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ചോദിക്കും, ആരാ വന്നത്? പേര് ചോദിക്കും. നബിയുടെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് പറയും, നബിയേ, ഇന്നാൾ വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കണോ എന്ന്. അന്ന് ആദ്യമായി വന്നു ഒരാൾ. അബൂ മൂസ അൽ-അശ്അരി തങ്ങൾ വിചാരിച്ചു, ഞാൻ എന്റെ സഹോദരൻ വരണമെന്നാണ് ആഗ്രഹിച്ചത്. എന്റെ സഹോദരനോട് പറഞ്ഞിരുന്നു, പെട്ടെന്ന് കുളിച്ചു വാ, ഇന്ന് നബിയുടെ സുഹ്ബത്ത് എടുക്കാം, നമുക്ക് നബിയുടെ കൂടെ ഇരിക്കാം, ഹബീബിന്റെ
പരിമളം ആസ്വദിക്കാം, ഹബീബിൽ നിന്ന് ഹദീസുകൾ പഠിച്ചെടുക്കാം. എന്റെ അനുജൻ കുളിച്ച് വൃത്തിയാകാൻ സമയം വൈകിയത് കൊണ്ടാവാം. ഞാൻ പറഞ്ഞു, ആരാണാവോ ഈ ഭാഗ്യവാൻ? ഞാൻ ചോദിച്ചു, മൻ അലൽ ബാബ്, ആരാണ് വന്നിരിക്കുന്നത്? അബൂബക്കറുൻ, അബൂബക്കറാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ സിദ്ദീഖ് എന്നവർ വന്നു, നബിയെ തുറന്നു കൊടുക്കണമോ എന്ന് ചോദിച്ചപ്പോൾ, തുറന്നു കൊടുത്തോളൂ. ഇഫ്തഹ് ലി അബാ ബക്രിൻ, അബൂബക്കറിന് തുറന്നു കൊടുത്തേക്കു. അബൂ മൂസ, ഞാൻ തുറന്നു കൊടുത്തു. വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ബശ്ശിർ അബാ ബക്രിൻ ബിൽ ജന്ന, അബൂബക്കർ എന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നറിയിക്കണം. വാതിൽ തുറന്നപ്പോഴേ ഞാൻ പറഞ്ഞു, സിദ്ദീഖേ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബിന്റെ വലത് ഭാഗത്ത് പോയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ കാത്തിരുന്നു, ഇനി വരുന്നത് എന്റെ സ്വന്തം അനുജനാവണേ എന്ന് ഞാൻ കൊതിച്ചു എന്റെ മനസ്സിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അനുജന് തൗഫീഖ് ഉണ്ടെങ്കിൽ, അവനിൽ ഖൈർ ഉണ്ടെങ്കിൽ അവനെത്തും. രണ്ടാമതൊരാൾ വാതിൽക്കൽ മുട്ടുന്നു. ഞാൻ ചോദിച്ചു, മൻ അലൽ ബാബ്, ആരാ വന്നിരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമറാണ്. നിൽക്കുക, ഞാൻ നബിയോട് ചോദിച്ചിട്ട് വരാം. നബിയെ യസ്തഅ്ദിനു ഉമറു, ഉമർ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട്, വാതിൽ തുറന്നു കൊടുക്കണോ? ഇഫ്തഹ് വബശ്ശിർഹു ബിൽ ജന്ന, ഉമറിനും സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. തുറന്നു കൊടുത്തേക്കു വാതിൽ. ഉമർ എന്നവർ കടന്നു വന്നു, ഹബീബിന്റെ ഇടത് ഭാഗത്ത് പോയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ രണ്ട് കൂട്ടുകാർ. അങ്ങനെയായിരുന്നു. അന്നൊരിക്കൽ തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത്, ഹകദാ യദ്ഖുലു സലാസത്തുൽ ജന്ന, നമ്മൾ മൂന്ന് പേരും ഇങ്ങനെയാണ് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പോകുന്നതെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ തങ്ങളോടും തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കിടത്തമാണ് ഇന്നും റൗദയിൽ കിടക്കുന്നത്. നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. തോളിൽ കൈവച്ച പോലെ പരിശുദ്ധമായ റൗദയിൽ കിടക്കുന്നത് സിദ്ദീഖ് എന്നവരല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ അടുത്ത്. ഹുനസ്സലാമു അലാ അബീ ബക്രിൻ ഖലീഫത്ത് റസൂലില്ലാഹ്, ഹുനസ്സലാമു അലാ ഉമർ ഖലീഫത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാർ രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബുമല്ലേ പരിശുദ്ധ റൗദയിൽ അവിടെ കിടക്കുന്നത്. അല്ലാഹു കൊടുത്ത സൗഭാഗ്യമല്ലേ അത്. മൂന്നാമതൊരാൾ ആ വാതിലിൽ വന്ന് മുട്ടുന്നുണ്ട്. അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞു, എന്റെ അനുജനാകുമോ? അവൻ വരാൻ ഏകം വൈകുമോ? അവന് ഈ സൗഭാഗ്യം ലഭിക്കാതെ പോകുമോ? ഞാൻ നോക്കുമ്പോൾ ആരെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുമാർ ഹയാ ഉണ്ടായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ ചോദിച്ചു, നിൽക്കണം, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഹബീബിനോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് തുറന്നു തരണോ എന്ന്. നബിയെ യസ്തഅ്ദിനു ഉസ്മാൻ, ഉസ്മാൻ എന്നവർ സമ്മതം ചോദിക്കുന്നുണ്ട്, നബിയെ തുറന്നു കൊടുക്കണോ? ഇഫ്തഹ് വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബലിയത്തിൻ തുസീബു, ഉസ്മാൻ എന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറയണം. പക്ഷേ ഒരു വലിയ പരീക്ഷണം കടന്നു കടക്കാനുണ്ട്. ഉസ്മാൻ എന്നവർക്ക് കടുത്ത പരീക്ഷണം വരാൻ പോകുന്നുണ്ട്. ആ പരീക്ഷണത്തിന് ശേഷം അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഓടിച്ചെല്ലുന്നു മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. എന്താണ് ഉസ്മാൻ എന്നവരോട് പറയേണ്ടത്? സന്തോഷ വാർത്തയുണ്ട്, പക്ഷേ ഒരു പേടിക്കുന്ന വർത്തമാനവും ഉണ്ടല്ലോ. അവിടെ ബലിയത്തും പരീക്ഷണങ്ങളും വരുമെന്ന് നബി തങ്ങൾ പറയുന്നു. എന്നാൽ സ്വർഗ്ഗമുണ്ടെന്നും ഉസ്മാനെ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയുന്നുണ്ട്. ഫീ ബൽവൻ തുസീബു, നിങ്ങൾക്കൊരു പ്രയാസം വരാൻ പോകുന്നുണ്ട്, ഒരു ബലിയത്ത് വരാൻ പോകുന്നുണ്ട്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. ഈ മൂന്ന് വാക്കുകൾ പറഞ്ഞ് ഉസ്മാൻ എന്നവർ ആ തോട്ടത്തിലേക്ക് കയറി വരുന്നു. ആ പ്രയാസം വരുമ്പോൾ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ, നീ എന്നെ സഹായിക്കണേ റബ്ബേ, നീ എന്നെ സഹായിക്കണേ എന്ന വാക്ക് പറഞ്ഞ് കടന്നു വന്നു. നിബിതങ്ങളും ശ്രദ്ധിക്കുന്നവരും വിമർദ്ദങ്ങളും ഇരിക്കുന്നുണ്ട് കിണറിന്റെ ഒരു ഭാഗത്ത്. അതിന്റെ നേരെ മുൻവശത്ത് നിന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ കൂട്ടുകാർ ഓരോരോ കഥകൾ ഇങ്ങനെ ഇവറക്കുക
പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ നിങ്ങൾ എനിക്ക് എത്രയോ ഉപകാരം ചെയ്തവരാണ്. നിങ്ങൾ ചെയ്തിരുന്ന ഉപകാരങ്ങൾക്ക് പകരം ഏതൊരാൾ എനിക്ക് ഉപകാരം ചെയ്തുവോ അവർക്കൊക്കെ ഞാൻ പകരം കൊടുത്തിട്ടുണ്ട്. ഇല്ലാ യദക്, സിദ്ദീഖേ നിങ്ങൾ എനിക്ക് തന്ന ഉപകാരത്തിന് നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്കൊഴികെ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ അല്ലാഹുവിനെ കഴിയൂ. സിദ്ദീഖ് ലാ യുകാഫിഉഹാ അലൈഹി ഇല്ലല്ലാഹ്. സിദ്ദീഖേ അല്ലാഹുവാണ് നിങ്ങൾക്കതിന് പകരം തരുന്നത്. ഉമർ തങ്ങളോട് തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ ഖദ് കുൻത ശദീദൻ അലൈനാ ഫമന്നല്ലാഹു അലൈക ബിൽ ഹിദായ. ഉമറേ നിങ്ങൾ എന്നോട് വല്ലാത്ത ദേഷ്യമുള്ള ആളായിരുന്നുവല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നു. നിങ്ങൾ എന്നെ കൊല്ലാൻ പുറപ്പെട്ട ആളല്ലേ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ. മഹാനായ ഉമർ തങ്ങളോട് സന്തോഷിക്കുന്ന വർത്തമാനം പറഞ്ഞ് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾക്ക് ഇനിയൊരു മോൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ മകളെ നിങ്ങൾക്കല്ലാതെ ഞാൻ കല്യാണം കഴിച്ചു തരില്ലായിരുന്നു ഉസ്മാനെ എന്ന് നബി തങ്ങൾ ആശ്വസിപ്പിക്കാൻ കാരണമുണ്ട്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട 2 പെൺമക്കൾ വഫാത്തായപ്പോ ഉസ്മാൻ എന്നവരുടെ ഭാര്യയായിരുന്നു റുഖയ്യ ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ. ബദ്ർ യുദ്ധം നടക്കുമ്പോൾ അവർക്ക് രോഗമായിരുന്നു. ആ രോഗിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിൽക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾക്ക് ബദറിലേക്ക് വരാൻ കഴിയാതെ പോയത്. പിന്നെ ഒരു മോളെയും നബി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തുവല്ലോ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. അവരും ഉസ്മാൻ തങ്ങൾ ജീവിച്ചിരിക്കെ വഫാത്താവുകയാണ്. അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞത്, നബിയുടെ പ്രിയപ്പെട്ട 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരൊക്കെ വഫാത്തായല്ലേ, അവരൊക്കെ മരിച്ചുപോയല്ലേ എന്ന് ജനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്, ഉസ്മാനെ ഇനിയൊരു മോൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാനായി ഒരു മോൾ ബാക്കിയുണ്ടെങ്കിൽ ഉസ്മാനെ എന്റെ ആ മോളെ നിങ്ങൾക്കല്ലാതെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നുവെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉസ്മാൻ തങ്ങളുടെ ഭരണകാലത്ത് അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ തങ്ങൾ വഫാത്താകുന്നു. ഉമർ തങ്ങളും സ്റ്റാബ് ചെയ്യപ്പെടുകയാണല്ലോ ഉണ്ടായത്, വയറ്റത്ത് കുത്തപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ചരിത്രം അറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകളുടെ ഭരണകാലത്തെ ഖവാരിജുകൾ, അന്നത്തെ ഭരണത്തിനെതിരായി നിന്നവർ, ഖലീഫയ്ക്കെതിരെ തിരിഞ്ഞവർ, അന്നത്തെ പുത്തനാശയക്കാർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായി വധിക്കുന്നത്. ബഹുമാനപ്പെട്ടവരെന്ന് നോമ്പുകാരനാണ്. തലേന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഉസ്മാൻ എന്നവർ. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, അർവ ബീവിയോട് പറഞ്ഞിട്ടുണ്ടത്, കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി, എന്റെ സ്വപ്നത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. എന്റെ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ തുഹിബ്ബു അൻ തുഫ്തിറ ഇൻദന അൽ-ലൈല. ഉസ്മാനെ ഇന്നത്തെ രാത്രി ഇവിടെ നോമ്പ് തുറക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന്. ആ പകലാണ് ഉസ്മാൻ എന്നവര് വധിക്കപ്പെടുന്നത്. നോമ്പുകാരനാണ്. റമളാനിന്റെ സമയമല്ല, സുന്നത്ത് നോമ്പാണ്. ആ നോമ്പ് മുറിക്കുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറയുകയാണ്. എന്തിനായിരുന്നു അതെന്നറിയുമോ? ഹബീബിന്റെ അരികത്ത് പോയി നോമ്പ് തുറക്കാൻ. ഹബീബായ തങ്ങളാ ചോദിച്ചത്, വരുന്നില്ലേ നോമ്പ് തുറക്കാൻ എന്റെ അരികത്തേക്ക്? ഉസ്മാൻ എന്നവരെ വധിക്കാമെന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ വധിക്കാൻ വന്നത്? ഒരു മുസ്ലിമിനെ വധിക്കപ്പെടാനുള്ള 3 കാരണങ്ങളിൽ ഒന്നുപോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഒന്ന് റിദ്ദയാണ്, മുർത്തദ്ദായി പോവലാണ്, ഞാൻ ഒരിക്കലും മുർത്തദ്ദായിട്ടില്ലല്ലോ. മറ്റൊന്ന് സാനിൻ മുഹ്സിനിൻ, വിവാഹം ചെയ്തതിന്റെ ശേഷം വ്യഭിചാരം ചെയ്ത മനുഷ്യൻ ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ എറിഞ്ഞു കൊല്ലപ്പെടും, ഞാൻ അതും ചെയ്തിട്ടില്ലല്ലോ. വമാ സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആരെയും വധിച്ചിട്ടില്ലല്ലോ. ഖിസാസ് പ്രകാരം തിരിച്ചു വധിക്കപ്പെടും, അതും ഞാൻ ആരെയും വധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പരിശുദ്ധമായ ശരീരത്തിലേക്ക് വീഴുന്നത്, ചോര തെറിക്കുന്നത് വിശുദ്ധ ഖുർആനിലേക്കാണ്. അങ്ങനെയാണ് 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ ഒരു മഹാവിപത്ത് ഉമർ തങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. അത്രയും രാഷ്ട്രീയപരമായ ഒരു അരക്ഷിതാവസ്ഥ ഉസ്മാൻ തങ്ങളുടെ കാലത്തുണ്ടായ പോലെ ഖിലാഫത്തിന്റെ കാലങ്ങളിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്
ഫീ ബലിയത്തിൻ തുസീബു, അവർക്ക് വരാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ ശേഷം സ്വർഗമുണ്ട്. ആ വിപത്താണ് കാണുന്നത്. ഉമർ തങ്ങളും വധിക്കപ്പെടുകയാണല്ലോ ഉണ്ടായത്. അവിടുത്തെ കൂട്ടുകാർ നബി തങ്ങളും സ്വഹാബികളിൽ സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ എന്നവരും ഈ 3 പേർ നബി തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കെ വിശുദ്ധമായ ഉഹദിന്റെ മുകളിൽ അവർ നടന്നു പോകുമ്പോൾ ഉഹദ് മലക്കൊരു കുലുക്കം വന്നിട്ടുണ്ടായിരുന്നു. ഉഹദ് പർവ്വതം ഒന്ന് വിറച്ചിരുന്നു. ആ സമയത്താണ് നബി തങ്ങൾ അവിടുത്തെ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പറഞ്ഞത്, ഉസ്ബുത് യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, അടങ്ങിയിരിക്കണം ഉഹദേ, നിന്റെ മീതെയുള്ളത് ഒന്ന് നബിയാണ്, മറ്റേത് സുദ്ദീഖാണ്. വശഹീദാനി, 2 ഷഹീദുകളുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഉഹദ് മല ശാന്തമാകുന്നത്. ഉസ്ബുത് യാ ഉഹദ്, പരിശുദ്ധമായ ഉഹദിന്റെ മലയെ നോക്കി നബി തങ്ങൾ പറയാറുണ്ടല്ലോ, ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദിന് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദിനോടും സ്നേഹമുണ്ടെന്ന് ഒരു മലയോട് നബി തങ്ങൾ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കുക. ഉഹദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ട യുദ്ധമെന്നാണ്. ഉഹദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ ഷഹീദായ യുദ്ധമെന്നാണ്. ഉഹദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകാറുള്ളത് വഹ്ശി റളിയല്ലാഹു അൻഹും ഹിന്ദ് എന്നവരും ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ക്രൂരതകളാണ്. എന്നാൽ പരിശുദ്ധ ഹബീബ് ഉഹദിനെ കാണുമ്പോൾ ഓർക്കുന്നത് ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബു, ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോടും ഇഷ്ടമാണെന്ന് ആ പർവ്വതത്തെ സ്നേഹിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പർവ്വതത്തിന്റെ മേതെ നിന്നാണ് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെ വഹീന്റെ വെളിച്ചത്തിലൂടെ ഗൈബായ വിഷയം അല്ലാഹു ഹബീബ് പറഞ്ഞത്, ഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മീതെ നിൽക്കുന്നത് ഒന്ന് നബിയാണ്, മറ്റേത് സുദ്ദീഖ് എന്നവരാണ്. സുദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുമാരാണ്. ഈ 2 ഷഹീദ് എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും 2 പേരും ശത്രുക്കളാൽ വധിക്കപ്പെടുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ മരണമാണ് സിദ്ദീഖ് എന്നവർക്കുണ്ടായത്. നബി തങ്ങൾ ഇത്രയും ദീർഘദൃഷ്ടിയോടുകൂടെ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഹബീബായ തങ്ങൾ ഗൈബിന്റെ വെളിച്ചം ഈ ഉമ്മത്തിന് നൽകിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത് അവിടുന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ളതല്ലല്ലോ. ഹബീബായ നബിയിൽ വിശ്വസിക്കാനും ഹബീബായ നബി തങ്ങൾ അല്ലാഹു പറഞ്ഞത് മാത്രമേ പറഞ്ഞു തരൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നൽകുന്ന വിവരമല്ലാതെ പറയാറില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ മറ്റൊന്നും പറയാത്ത നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കാനാ അല്ലാഹു തആല ഈ ഇജാസ് ഹബീബിന്റെ നാക്കിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നമുക്ക് കാണിച്ചു തരുന്നത്. ആ പട്ടിക ഒരുപാട് നീളുകയാണ്. ഹബീബിന്റെ മുമ്പിൽ ഉഹദ് യുദ്ധത്തിന് ശേഷം വരുന്നു 2 ഗോത്രത്തിലെ കുറച്ചാളുകൾ. ഉദൽ അൽ ഖാറ എന്ന് പറയുന്ന 2 ഗോത്രത്തിൽ നിന്നും കുറച്ചാളുകൾ വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ മുസ്ലിമീങ്ങളാവാൻ പോവുകയാണ്, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം, കുറച്ചാളുകളെ മക്കയിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞയച്ചു തരണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പറഞ്ഞയക്കുന്നു. അവരിലുണ്ട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ദസ്നാ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നുൽ ബക്കീർ അൽ-ലൈസി റളിയല്ലാഹു അൻഹു. ഈ അടങ്ങുന്ന സ്വഹാബികൾ മാത്രവുമല്ല മിർസദ് ഇബ്നു നബി മിർസദ് റളിയല്ലാഹു അൻഹു. സൂറത്തുൻ നൂറിലെ അനാഖിന്റെ ചരിത്രമുണ്ടല്ലോ. അനാഖ് എന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കട്ടെയോ നബി എന്ന് പറഞ്ഞപ്പോ അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക എന്ന ആയത്തിറങ്ങാൻ കാരണമായ സംഭവം മഹാനായ ഈ മിർസദ് ഇബ്നു നബി മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണല്ലോ. ഇവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബികളാണ്. അവരെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവരെ വഞ്ചിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ, റജിയ എന്ന് പറയുന്ന ഒരു കിണറിന്റെ അരികത്തെത്തിയപ്പോൾ ഹുദൈൽ ഗോത്രത്തിലെ കുറച്ചാളുകൾ വന്ന് ഇവരെ പിടിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ആളുകളാണോ? നിങ്ങളെ ഞങ്ങൾ കൊല്ലും.
വധിക്കുമെന്ന് പറഞ്ഞു. സ്വഹാബികൾ ഒരു തോട്ടത്തിലേക്ക് ചെന്ന് വാതിലടച്ചു. അവർക്ക് ചാടിക്കടക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളെ വെറുതെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതത്വം തരാം. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആസിം ഇബ്നു സാബിത്ത് എന്നവരെ പറഞ്ഞു, ഒരു കാഫിറിന്റെയും സംരക്ഷണം എനിക്ക് ആവശ്യമില്ല. അവിടെ അവരുമായി ദ്വന്ദ്വയുദ്ധം നടന്നു. മഹാനായ ആസിം എന്നവർ അവിടെ വെച്ച് ഷഹീദാവുകയാണ്. ബാക്കിയുള്ള സ്വഹാബിമാരെ പിടിച്ചുകൊണ്ടുപോയി അവരെ വഞ്ചിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹും സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹും ഒഴികെ ബാക്കി എല്ലാ സ്വഹാബിമാരെയും അവർ വധിച്ചു കളഞ്ഞു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും മക്കയിൽ കൊണ്ടുപോയി വിറ്റു. മദീനക്കാരായ സ്വഹാബിമാരെ മക്കയിൽ കൊണ്ടുപോയി വിറ്റു. അവരെ മക്കയിൽ വിറ്റത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്കാണ്. ഒരാളെ വാങ്ങുന്നത് നബി തങ്ങളുടെ ശത്രുവായ സഫ്വാൻ ഇബ്നു ഉമയ്യയാണ്. മറ്റൊരാളെ വാങ്ങുന്നത് ബനുൽ ഹാരിസ് ഇബ്നു ആമിറാൻ. ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ മക്കക്കാരുടെ നേതാവാണ്. ഹാരിസ് ഇബ്നു ആമിർ, അയാൾ ബദറിൽ കൊല്ലപ്പെട്ട ആളാണ്. ബദറിൽ അയാൾ കൊല്ലപ്പെട്ടത് മഹാനായ സ്വഹാബി സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലെയാണ്. അതിന് പകരം വീട്ടാൻ മക്കൾ ഇയാളെ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവരോടാണ് പ്രസിദ്ധമായ ചോദ്യം ചോദിച്ചത്. തൂക്ക് കയറിലേക്ക് കൊണ്ടുവന്നിട്ട് കൈകാലുകൾ കെട്ടിവെച്ചിട്ട് ആ രംഗം കാണുന്നുണ്ട്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അന്നവർ മുസ്ലിമായിരുന്നില്ല. അന്ന് ചോദിച്ച ചോദ്യമാണ്, സയ്യിദേ, നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ ഞങ്ങൾ കൊണ്ടുവരികയും നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബിയുടെ തല ഞങ്ങൾ അറുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ച ചോദ്യം ഹുബൈബ് തങ്ങളോടല്ല, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് മറുപടി കൊടുത്തത്, ഒരിക്കലുമില്ല. എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുകയാണെങ്കിൽ അതുപോലും എനിക്ക് ഇഷ്ടമല്ല എന്ന ആ ഒരു സ്നേഹമുള്ള വാക്ക് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത്, മുഹമ്മദ് നബിയെ അനുയായികളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികൾ ഹബീബിനെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് ആരും ആരെയും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ മനുഷ്യന്റെ ബനുൽ ഹാരിസിന്റെ മക്കൾ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നസ്താസ് എന്ന് പറയുന്ന ഒരു അടിമയെ ഏൽപ്പിക്കുന്നത്. ആ അടിമയാണ് ബഹുമാനപ്പെട്ടവരെ വെട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ഇനി ബാക്കിയുള്ളത് വീരശൂരനായ ഈമാനിന്റെ പര്യായമായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവരടിമയാക്കി വെച്ചു ഒരു അടിമ പെണ്ണിന്റെ വീട്ടിൽ. ആ പെണ്ണ് വിഷയം പറയുന്നുണ്ട്. മാവിയ എന്ന് പറയുന്ന ആ സ്ത്രീ കഥ പറയുന്നുണ്ട്, എന്റെ വീട്ടിലായിരുന്നു ഹുബൈബ് എന്നവരെ പാർപ്പിച്ചത്. ഹുബൈബ് എന്നവരെ വധിക്കാൻ കൊണ്ടുപോകുന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഹുബൈബ് എന്നവരുടെ വീട്ടിൽ നിൽക്കുമ്പോ എന്നോട് പറഞ്ഞു, മാവിയ, നിങ്ങൾ എനിക്കൊരു ചെറിയ മൂർച്ചയുള്ള ചെറിയ കത്തി തരുമോ? എനിക്ക് എന്റെ മുടികളൊക്കെ നീക്കി വൃത്തിയാക്കാനാണ്. മരണത്തിന് വേണ്ടി തയ്യാറാവുകയായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. ശരീരത്തിലെ ഒഴിവാക്കേണ്ട ഭാഗങ്ങളൊക്കെ ആ മുടികൾ നീക്കാൻ വേണ്ടി ചെറിയൊരു മൂസ എന്ന് ചെറിയ കുഞ്ഞു കത്തി, ആ കത്തി തരുമോ എന്ന് ചോദിച്ചപ്പോ ഈ മാവിയ എന്ന പെണ്ണ് തന്റെ മകന്റെ കയ്യാലെ കൊടുത്തയച്ചു, നീ കൊണ്ടുകൊടുക്ക് ഹുബൈബിന് എന്ന് പറഞ്ഞു. പിന്നീട് ആ പെണ്ണ് പേടിച്ചത്, എന്റെ മകൻ ഒരു ആണിന് പകരം ആണ്. ഹുബൈബ് എന്നവർ കൊല്ലാൻ പോവുകയാണ്. പ്രതികാരമായി എന്റെ മകനെ കൊല്ലുമോ എന്ന് ഞാൻ പിന്നെയാണ് പേടിച്ചത്. പക്ഷേ ഹുബൈബ് അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പിന്നെ ബോധ്യപ്പെട്ടു. എന്റെ മോൻ കടന്നു ചെന്നപ്പോ എന്റെ മോനോട് പറഞ്ഞു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, നിന്റെ ഉമ്മ വല്ലാണ്ട് പേടിച്ചിരിക്കുമല്ലേ നിന്നെ എന്റെ അരികത്തേക്ക് പറഞ്ഞയച്ചിട്ട്. വല്ലാഹി മാ അഫ്അലു, ഞാനത് ചെയ്യില്ല, നിങ്ങളെ ഞാൻ വഞ്ചിക്കില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ കത്തി ഉണ്ടായിരിക്കെ തന്നെ മാവിയായുടെ ചെറിയ ബനു ഹാരിസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കെ ഹുബൈബ് തങ്ങളുടെ റൂമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ മടിയിൽ തലോടി കുഞ്ഞിനെ കളിപ്പിച്ചിട്ടുണ്ട്. മരണത്തിലേക്ക് പോകുമ്പോ മഹാനായ
മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടുകാരെ കണ്ട് ഓടി വന്നു, പിടിച്ചു വലിച്ചു കുട്ടിയെ. അവർ വിചാരിച്ചു ഈ ഹുബൈബ് ഈ കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന്. കൈകാലുകൾ ബന്ധിതനായി കിടക്കവേ അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുമായിരിക്കെ ഹുബൈബ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല. മഹാനായ ഹുബൈബ് എന്നവരെ വധിക്കാൻ കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ടവരെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരാണ് ആദ്യമായി മരണത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് എന്ന അവ്വലു മൻ സന്ന റക്അതൈനി ഖബ്ലൽ ഖത്ല, വധിക്കപ്പെടുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ഈ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആയിരുന്നുവല്ലോ. ഹബീബിന് വേണ്ടിയാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു, ദഊനി, എന്നെ നിങ്ങളൊന്ന് വിട്ടുതരുമോ? റക്അഉ ലില്ലാഹി റക്അതൈൻ, എന്റെ റബ്ബിന് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെയോ? ആ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, മനോഹരമായി നിസ്കരിച്ചിട്ട്, നിങ്ങൾ എന്നെ പറ്റി പേടിക്കില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നിസ്കാരം നീട്ടിക്കൊണ്ടു പോകുന്നത് ജീവനെ പേടിയുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഒരുപാട് നിസ്കാരം നീട്ടിയേനെ. ആ സമയത്ത് മരണത്തെ കണ്ടപ്പോഴാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പാട്ടുപാടിയത്. ആർക്കാണ് ആ നേരത്തൊക്കെ പാട്ടുപാടാൻ കഴിയുക? ഹുബൈബ് എന്നവർ പാടിയില്ലേ മനോഹരമായ പാട്ട്? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الإله وإن يشاء يبارك على أوصال شلب ممزع. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് റബ്ബേ. എന്റെ മരണശേഷം ഇവരെന്റെ കൈകാലുകൾ വെട്ടി നുറുക്കും റബ്ബേ. എന്റെ മുറിക്കപ്പെടുന്ന ഇറച്ചി കഷ്ണങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഇന്നാ ഖദ് ബല്ലഗ്നാ റിസാലത റസൂലിക്, നിന്റെ റസൂൽ എന്താണോ ഞങ്ങളോട് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അല്ലാഹ് ഫബല്ലിഗ്ഹുൽ ഗദാത മാ യുസ്നഉ ബിനാ, നാളെ രാവിലെ എന്താണോ ഞങ്ങളെ ഇവർ ചെയ്യാൻ പോകുന്നത് അതും കൂടെ നിന്റെ നബിയെ നീ അറിയിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഹബീബിനോട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു ഹുബൈബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് തൂക്കു മരത്തിലേക്ക് കയറുന്നത്. അന്നേരം ഒരു സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഇവിടുന്ന് പോവുകയാണ് നബിയേ, അങ്ങ് മദീനയിലാണ്, ഞാൻ മക്കയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് നബിയേ, ഞാൻ അങ്ങയോട് യാത്ര പറയട്ടെ എന്ന് പറഞ്ഞ് ഒരു സലാം പറഞ്ഞിട്ടുണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു. 400 മൈലുകൾക്കപ്പുറം കിടക്കുന്ന ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കുമുസ്സലാം യാ ഹുബൈബ്, വഅലൈക്കുമുസ്സലാം യാ ഹുബൈബ്, വഅലൈക്കുമുസ്സലാം. ഹുബൈബേ, നിങ്ങളുടെ സലാമിന് മറുപടി ഞാൻ പറയുന്നു ഹുബൈബേ എന്ന് മദീനയിൽ വെച്ച് 400 കിലോമീറ്റർ മൈലുകൾക്കപ്പുറം കിടക്കുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബൈബ് എന്നവരുടെ സലാം തൽസമയം സലാം അടക്കിയിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ, തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുതില അസ്ഹാബുക്കും, നിങ്ങളുടെ കൂട്ടുകാർ ബിമക്ക, മക്കയിൽ വെച്ച് വധിക്കപ്പെട്ടിരിക്കുകയാണ് സ്വഹാബികളെ. അവരിൽ ഹുബൈബുണ്ട്. ഹുബൈബ് എന്നവർ ഈ സമയം മക്കയിൽ വധിക്കപ്പെട്ടിരിക്കുന്നു, ഷഹീദായിരിക്കുന്നുവെന്ന് സ്വഹാബത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്നൊരു ദൂതൻ വരേണ്ട സമയം പോലുമായില്ല. ഒരാൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കില്ല. മക്കയിൽ നടന്ന സമയം തൽസമയ പ്രക്ഷേപണം എന്നൊക്കെ കേൾക്കാറില്ലേ? മുത്തുനബി തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു ഹുബൈബ് തങ്ങൾക്ക് സംഭവിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, എത്രയോ ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും ഹബീബിനുണ്ട്. എത്രയോ ദൃഷ്ടാന്തങ്ങളാണ്, ഒന്നല്ല രണ്ടല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഉലമാ പറയും, എന്തിനാ ഹബീബിന് വേറെ മുഅ്ജിസത്തുകൾ? സ്വഹാബികൾ തന്നെ പോരാ
പോരെയോ 23 വർഷക്കാലങ്ങളെ കൊണ്ട് നിബിതങ്ങൾ വളർത്തിയെടുത്ത സ്വഹാബികളും ഇസ്ലാമിക ശരീഅത്തും മാത്രം മതി നിബിതങ്ങളുടെ ഇജാസ് മനസ്സിലാക്കാൻ. ഇത് നബിയുടേതല്ല, ഇത് അല്ലാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ ഇസ്ലാമിന്റെ നിയമസംഹിതകൾ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു നിയമസംഹിത ഒരു മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. 23 കൊല്ലം കൊണ്ട് സ്വഹാബത്തിൽ ഇങ്ങനെ ഒരു മാറ്റമുണ്ടാക്കാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇജാസ് അല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു നൽകിയ കഴിവല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നില്ല. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതുൻ ഹജറുൻ لا كالحجر محمد سيد الأعراب والعجم محمد خير من يمشي على قدمي مولاي لم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സ്റ്റേജ് മുള്ളവരൊന്നും എഴുന്നേൽക്കരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് രണ്ടാളുകൾ വരുന്നു. നബി തങ്ങൾ പരിശുദ്ധമായ മിനാ പള്ളിയിൽ ഇരിക്കുകയാണ്. ഹജ്ജിന്റെ സമയം മിനായിലെ പള്ളിയിൽ ഫി മസ്ജിദ് മിനായിലെ പള്ളിയിൽ തങ്ങൾ ഇരിക്കുമ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരാളും സഖീഫ് ഗോത്രത്തിൽപ്പെട്ട വേറെ ഒരാളും നബിയുടെ മുമ്പിലേക്ക് വന്നു. അവർ നബിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചു വന്നതാണ്. ഹബീബിനെ കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണോ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഞാനത് അങ്ങോട്ട് പറഞ്ഞു തരട്ടെയോ, അതല്ല നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബൽ യാ റസൂലല്ലാഹ് അഖ്ബിർനാ, ഞങ്ങൾക്ക് നബിയെ നിങ്ങൾ പറഞ്ഞു തരൂ, എന്താണ് അങ്ങേക്ക് ഞങ്ങളെ പറ്റി അറിയുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാൻ പറയട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന്. ഹബീബായ തങ്ങൾ ഇഖ്ബാറും ബിൽ ഗൈബ് നടത്താൻ പോകുന്നു. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിൽപ്പെട്ടതായിരുന്നു. ഹബീബായ നബി തങ്ങൾക്ക് അംബിയാഇന്റെ മുഅ്ജിസത്തുകൾ എല്ലാം ഒരുമിച്ച് നൽകി എന്നാണ് പറയാ. ودانائے سبل ختم الرسل مولاي كل جسن غبار راہ کو بخشا فروغ وادی سینا حسن یوسف دم عیسیٰ ید بیزاداری آنچ خوبا ہمادارند തൂ തൻഹാദാരി. നബിയെ, അമ്പിയാക്കന്മാർ ഓരോരുത്തർക്കും ഓരോരോ ദൃഷ്ടാന്തങ്ങളായിരുന്നുവെങ്കിൽ ഇതെല്ലാം അങ്ങയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുകയാണല്ലോ. ഹബീബായ തങ്ങൾ പറഞ്ഞു, അൻസ്വാരിയോടും പറഞ്ഞു, സഖീഫ് ഗോത്രക്കാരനോടും പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെ എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന്. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ. അൻസ്വാരിയോട് പറഞ്ഞു, ജിഅ്തനീ തസ്അലു, നിങ്ങൾ എന്നോട് ചോദിക്കാൻ വന്നത് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയം ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ടാൽ എന്താണ് അതിന്റെ കൂലി എന്ന് ചോദിക്കാനല്ലേ നിങ്ങൾ വന്നത്. പിന്നെ തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്താണ് അതിന്റെ കൂലിയെന്നും, വഅൻ തവാഫിക ബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിലെ സഈന്റെ കൂലി എന്താണെന്നും, വമാലക ഫീ വഅൻ വഖൂഫിക അശിയ്യത അറഫ, അറഫയുടെ വൈകുന്നേര സമയം അറഫയിൽ നിന്നാൽ കിട്ടുന്ന കൂലി എത്രയാണെന്നും, ജംറകൾക്ക് എറിഞ്ഞാൽ കിട്ടുന്ന കൂലി എത്രയാണെന്നും, തലമുണ്ഡനം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നും, പരിശുദ്ധമായ കഅബയെ ഇഫാദത്തിന്റെ പരിശുദ്ധമായ കഅബയെ തവാഫ് ആ വിദാഇന്റെ തവാഫ് ചെയ്താലുള്ള കൂലി എത്രയാണെന്നും, ഇതൊക്കെയല്ലേ ഇഫാദത്തിന്റെ തവാഫിന്റെ കൂലി. ഇതൊക്കെ അറിയാനല്ലേ നിങ്ങൾ എന്നോട് അരികത്തേക്ക് വന്നത്. അൻസ്വാരി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഅൻ ഹാദാ ജിഅതു അസ്അലുക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയെ, ഇതറിയാനാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഫഇന്നക ഇൻ ഖറജത മിൻ ബൈതിക തഉമ്മുൽ ബൈത്തുൽ ഹറാമ
ലാ തളഉ നാഖതുക ഖുഫൻ വലാ തർഫഉ ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസന വമഹാ അൻക ഖതീഅ. നിങ്ങൾ നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് പരിശുദ്ധമായ കഅബാലയം ലക്ഷ്യമാക്കി വന്നാൽ നിങ്ങളുടെ ഒട്ടകത്തിന്റെ ഓരോ കുളമ്പടിക്കും പകരം അല്ലാഹു നിങ്ങൾക്ക് നന്മ എഴുതി വെക്കുകയും നിങ്ങളുടെ തിന്മയെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. പിന്നെ തവാഫിന്റെ പ്രതിഫലം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന്റെ കൂലിയുണ്ട്. സഫാ മർവക്കിടയിൽ നടന്നാൽ 70 ആളുകളെ മോചിപ്പിച്ചതിന്റെ കൂലിയുണ്ട്. അഷിയത്ത് അറഫ, അറഫയുടെ വൈകിട്ട് നിങ്ങൾ അവിടെ തങ്ങിയാൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു യഹ്ബിതു ഇലാ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരികയും മലക്കുകളോട് അഭിമാനം പറയുകയും ചെയ്യും. ഇബാദി ജാഊനി ശഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് യർജൂന ജന്നതി ഫലൗ കാനത് ദുനൂബുഹും കഅദദിർ റംലി ഔ കഖത്രിൽ മത്ബരി ഔ കസബദിൽ ബഹരി ലഗഫർതുഹാ. ഭൂമി ലോകത്തെ മനുഷ്യരെ നോക്കി ആകാശ ലോകത്തെ മാലാഖമാരോട് അല്ലാഹു അഭിമാനം പറയും, ഇവരൊക്കെ പൊടിപുരണ്ട് കിടക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഈ വിയർത്തതും ക്ഷീണിച്ചതും എനിക്ക് വേണ്ടിയാണ്. അവരുടെ തെറ്റുകൾ ആകാശത്തോളം എത്തുന്ന നുരകളാണെങ്കിലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറയും. അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതുഹും ല. നിങ്ങൾക്കും ആർക്കൊക്കെ വേണ്ടിയാണോ നിങ്ങൾ എവിടെ വെച്ച് ദുആ ചെയ്യുന്നത് അവർക്കും ഞാൻ പുറത്തു തന്നിരിക്കുന്നുവെന്ന് അറഫയിൽ നിൽക്കുന്നവരോട് അല്ലാഹു പറയും. ആ സ്വഹാബിയുടെ സംശയത്തിന് മറുപടിയാണ് നബി പറയുന്നത്. വഅമ്മാ റംയുകൽ ജിമാറ, നിങ്ങൾ ജമറകൾ എറിയുന്നതിന്റെ കൂലി എന്താണെന്ന് ചോദിച്ചില്ലേ? ഫലക ബികുല്ലി ഹസാത്തിൻ റമൈത കബീറത്തുൻ മിനൽ മുബിഖാത്ത്. എല്ലാ തവണ നിങ്ങൾ എറിയുമ്പോഴും വൻ പാപങ്ങളിൽപ്പെട്ട ഒരു വൻ പാപം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വഅമ്മാ നഹറുക, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി അറുക്കുകയാണെങ്കിൽ ഫമദ്ഖൂറുൽ ലക, സ്വർഗ്ഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു അമലായിരിക്കും അത്. വഅമ്മാ ഹിലാഖുക റഅസക്, നിങ്ങളുടെ തലമുണ്ഡനം ചെയ്താൽ ഓരോ മുടിക്ക് പകരവും അല്ലാഹു നിങ്ങൾക്ക് നന്മ തരികയും ഓരോന്നിന് പകരവും ഒരു തിന്മയെ പുറത്തു തരികയും ചെയ്യും. നിങ്ങൾ വിശുദ്ധമായ കഅബാലയം ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുമ്പോൾ ഫഇന്നക തതൂഫു വലാ ദംബ ലക, നിങ്ങളുടെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ മലക്ക് വന്നിട്ട് പറയും, യഅമൽ ഫീമാ യസ്തഖ്ബിൽ ഫഖദ് ഗഫറ ലക മാ മദാ. നീ പോയി ചെയ്തോളൂ, പ്രവർത്തിച്ചോളൂ, നിന്റെ കഴിഞ്ഞ കാലമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് ആ മനുഷ്യനോട് മാലാഖ വന്ന് പറയുകയും, ഇതാണ് നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിക്കാൻ വന്നിരുന്നത്, അതിന്റെ ഉത്തരം ഇന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചോദിക്കാൻ വന്നു. തങ്ങളത് അങ്ങോട്ട് ചോദിക്കും മുമ്പേ പറഞ്ഞു കൊടുക്കുന്നു. ഹബീബിന്റെ ഈ മുഅ്ജിസത്തുകൾ, ഇതിന് സമാനമായ കറാമത്തുകൾ കാണുമ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖിലേക്കാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ. ഏതൊരു വലിയിന്റെയും കറാമത്ത് ആ വലിയിന്റെ നബി ആരാണോ ആ നബിയിലേക്കാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ നബിക്ക് കൂടെ അത് ഷറഫാണ് എന്ന് ഉലമാ പറയാറുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ എത്രയാണ് പറഞ്ഞത്? തബൂക്കിലേക്ക് പോകുമ്പോഴല്ലേ എല്ലാ സ്വഹാബികളെയും കൂട്ടി കൃത്യമായും കണിശമായും ഒരാളും വിട്ടുപോവാൻ പാടില്ലെന്ന് പറഞ്ഞ് തബൂക്കിലേക്ക് പോയ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മദീനയിൽ നിന്ന് 500 കിലോമീറ്റർ യാത്ര പോവണം. ആ യാത്രയിൽ സാധാരണഗതിയിൽ ആരെങ്കിലും കാണാതെയായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, ഇയകു ഫീഹി ഖൈറുൻ ഫസയുൽഹിഖുഹു അല്ലാഹു ബികും ഒരാളെ കാണാതായാൽ നബി തങ്ങൾ പറയും, അവർ വന്നോട്ടെ, ഖൈറുണ്ടെങ്കിൽ അവരെ അല്ലാഹു നമ്മിലേക്ക് എത്തിച്ചു തരും. ആരെങ്കിലും കാണാതായാൽ, ആരെങ്കിലും പിന്തിയാൽ അവർക്ക് ഖൈറുണ്ടെങ്കിൽ അല്ലാഹു നമ്മിലേക്ക് കൊണ്ടുവരും. അവരിൽ ഖൈറില്ലെങ്കിൽ അവരുടെ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് പ്രശ്നമാക്കണ്ട. അങ്ങനെയാ പറയാ. ആ ഒരു യാത്രയിൽ മഹാനായ അബൂദറുൽ ഗിഫാരി എന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമില്ലായിരുന്നുവെങ്കിൽ അബൂദർ റളിയല്ലാഹു അൻഹു കൊള്ളക്കാരനാകുമായിരുന്നു.
കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മുസ്ലിമായതിൽ പിന്നെയല്ലേ വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വേദനാജനകമായ ശിക്ഷയുണ്ട്. സ്വർണവും വെള്ളിയും പൈസ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് കൊടുക്കാത്തവർക്ക് എന്ന വിശുദ്ധമായ ആയത്ത് അകത്തേക്കണ്ട് കയറി ചെന്നിട്ട് ഒരു ഫിൽസ് പോലും നാളത്തേക്ക് വേണ്ടി ബാക്കി വെക്കാൻ പാടില്ലെന്ന് പഠിച്ച മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്തത് ഹബീബിന്റെ തർബിയത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു അൻഹു അന്ന് തബൂക്കിലേക്ക് പോരുമ്പോൾ ഒരു ക്ഷീണിച്ച ഒട്ടകപ്പുറത്താണ്. വളരെ മെല്ലെ നടക്കുന്ന ഒരു ഒട്ടകം, വളരെ മെല്ലെ നടക്കുന്ന ഒട്ടകം, ഖലീല, ക്ഷീണിച്ച ഒരു ഒട്ടകം. ഒരുപാട് ദൂരമെത്തിയപ്പോൾ നബി തങ്ങളുടെ സംഘത്തിൽ നിന്ന് ഒരുപാട് പിന്നെയായപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി. ആ പോകുന്നത് ഏറ്റവും നല്ല ചൂടുള്ള കാലത്തായിരുന്നുവെന്ന് ഓർക്കണം. ഒട്ടകപ്പുറത്ത് നിന്ന് സർവ്വ സാമഗ്രികളും താഴെ ഇറക്കി തോളിൽ വെച്ച് മണലിലൂടെ നടന്നു. ഒട്ടകത്തെ ഒറ്റക്കാക്കി നടന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ഒട്ടകത്തിന് നടക്കാൻ പറ്റാഞ്ഞിട്ട് നടന്ന് കാലുകൊണ്ട് നടന്നു വന്നു. സ്വഹാബികളും നിബിതങ്ങളും ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുമ്പോ സ്വഹാബികൾ ചിലർ പറഞ്ഞു, നബിയെ അബൂദറിനെ കാണാനില്ല, നബിയെ അബൂദറിനെ കാണാനില്ല. നിബിതങ്ങൾ പറഞ്ഞു, അബൂദർ വരുന്നുണ്ട്, അബൂദർ വരും, അബൂദർ വരും, അബൂദർ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൂരെ അതാ ഒരു ചെറിയ കറുപ്പ് നിറം കാണുന്നു. കുൻ അബൂദർ, നിങ്ങൾ അബൂദർ ആവട്ടെ, നിങ്ങൾ അബൂദർ ആവണേ, നിങ്ങൾ അബൂദർ ആവണേ എന്ന് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആ ശബഹ് രൂപം അടുത്തേക്ക് വന്നപ്പോ സ്വഹാബികൾ പറഞ്ഞു, ഹുവ അബൂദർ, അത് അബൂദറാണ് നബിയെ, അത് അബൂദറാണ്. ആ കാഴ്ച കണ്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, യർഹമുല്ലാഹു അബൂദറിൻ, അബൂദറിൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. യംശി വഹദ വയമൂതു വഹദ വയുബ്അസു വഹദ, ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും, നാളെ ഒറ്റക്കാണ് അല്ലാഹു പുനർജന്മം നൽകുക എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തബൂക്കിന് ശേഷവും ജീവിച്ചു, നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും ജീവിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ജീവിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ജീവിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മദീനയുടെ അങ്ങറ്റമായ റബ്ദായിലെ ഒരു കൂടാരത്തിൽ, ഒരു ഖൈമയിൽ ഒറ്റയ്ക്ക് താനും തന്റെ ഭാര്യയും ഒരു മകളുമൊത്ത് താമസമായ അബൂദർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ തങ്ങളാണ് പറഞ്ഞ, അബൂദറേ, നിങ്ങൾക്ക് മദീനയുടെ അകത്ത് ജീവിക്കാൻ കഴിയില്ല, ജനങ്ങളുടെ അടുത്ത് ജീവിക്കാൻ കഴിയില്ല. ആരുടെയെങ്കിലും കീശയിൽ ഒരു ദീനാറോ ഒരു ദിർഹമോ കണ്ടാൽ അടിക്കും. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ആയത്തോതും സകാത്ത് കൊടുക്കാത്തവരെ പറ്റി അല്ലാഹു പറഞ്ഞ ആയത്തോതും, നിങ്ങൾ പൈസ സൂക്ഷിച്ചു വെക്കുകയാണോ എന്ന് ചോദിച്ച് അത് സഹിക്കവയ്യാതെ പരാതി വന്നപ്പോഴാണ് റബ്ദായിലേക്ക് നാടുമാറാൻ പറഞ്ഞത്. അവിടെ ചെന്ന് മരിക്കാൻ പോകുമ്പോ, രോഗശയിൽ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? ഞാനും എന്റെ കൂട്ടുകാരും അടക്കമുള്ള സ്വഹാബികൾ ഒരുപാടൊരു സംഘമുള്ളപ്പോൾ ഞങ്ങളെ നോക്കി നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽപ്പെട്ട ഒരാൾ യമൂതു ബി അർളി ഫലാഹ്, നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിക്കുന്നത് മരുഭൂമിയിലെ ഒരു വിജനമായ സ്ഥലത്ത് വെച്ചാണ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒഴികെ എല്ലാവരും മരിച്ചത് നഗരത്തിൽ വെച്ചാണ്. അതുകൊണ്ട് ഈ അസുഖത്തിൽ ഞാൻ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വഴിയിൽ അങ്ങോട്ട് താഴെ ചെന്ന് നിന്നാൽ ഒരു യാത്രാ സംഘം വരും, അവരോട് പറഞ്ഞാൽ അവർ കാര്യം നടപ്പിലാക്കി തരും. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന് എവിടെന്നാണ് ഈ ഈമാൻ ലഭിച്ചത്? ഭാര്യയോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, പോയി നോക്ക്, അവര് വന്നാൽ അവരോട് പറഞ്ഞാൽ മതി, കാര്യങ്ങൾ അവർ സാധിപ്പിച്ചു തരും. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കഫൻ ചെയ്യാൻ പോന്ന ഒരു വസ്ത്രം കയ്യിലില്ലാത്തത് കൊണ്ടാ ഭാര്യ കരഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ്. ഒരുപാട് കാശുണ്ടായതിനു ശേഷം എല്ലാം ദീനിന് നൽകിക്കഴിഞ്ഞ് സാധുവായി മരിക്കാൻ പോകുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യ വഴിവക്കിലേക്ക് പോയി നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അവിടെ നിന്നൊരു യാത്രാ സംഘം വരുന്നുണ്ട്.
യാത്രാസംഘം വരുന്നു. അവരെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടത് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവരെ കണ്ടപ്പോ ആ ആളുകൾ ചോദിച്ചു, മാലകിയ അമത്തല്ലാഹ്, എന്തു പറ്റി സഹോദരി, നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ മരിക്കാറായിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ അവരെ കഫൻ ചെയ്യുമോ? ആരാണത്? അബൂദർ റളിയല്ലാഹു അൻഹുവാണ്, സ്വഹാബി റസൂലില്ലാഹ്, നബിയുടെ സ്വഹാബിയായ അബൂദറോ? നഅം, അതെ. എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയി. താഴെ ഇറങ്ങി ഓടി വന്നു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്റെ കൂട്ടുകാരോട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലയമൂതന്ന മിൻകും റജുലുൻ ബിഫലാത്തിൻ മിനൽ അർള് യശ്ഹദുഹു ഇസാബത്തുൻ മിനൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ഒരു സംഘം ആളുകൾ ഞങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങളിൽ ഒരാൾ ഒരു മരുഭൂമിയിൽ വെച്ച് മരിക്കും, ആ മനുഷ്യന്റെ മരണത്തിന് ഒരു സംഘം ആളുകൾ സാക്ഷിയാവുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കഫൻ ചെയ്യാനുള്ള വസ്ത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് മാത്രമാണ് എന്റെ വിഷയം. ഞാൻ മരിച്ചാൽ നിങ്ങളിൽ നിന്ന് എന്നെ കഫൻ ചെയ്യുന്ന ആള് ഒരു ഭരണാധികാരിയായ ആളായിക്കൂടാ. അലാ അല്ലാ യുകഫിനനി റജുലുൻ മിൻകും കാന അമീറൻ ഔ അരീഫൻ ഔ ബരീദൻ ഔ നഖീബാ. പൊതുവായ ഒരു കാര്യം, ഗവൺമെന്റിന്റെ ഒരു ജോലി ചെയ്ത ഒരാളും എന്നെ കഫൻ ചെയ്യരുത് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരു അമീറായ ആള്, ഒരു അരീഫായ ആള്, ഒരു പോസ്റ്റ്മാനായ ആള്, ഒരു കാവൽ നിൽക്കുന്ന ആളായിരുന്ന ആള്, ഒരു പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്ത നഖീബ്, ഇവരാരും തന്നെ എന്നെ കഫൻ ചെയ്യരുത്. നോക്കുമ്പോൾ ഈ സംഘത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മാത്രമേ ഈ പദവികളൊന്നും വഹിക്കാത്ത ആളുള്ളൂ. അയാൾ പറഞ്ഞു, ഞാനുണ്ട് അബൂദറേ, യാ അമ്മി അമ്മേ, ഞാൻ നിങ്ങളെ കഫൻ ചെയ്തേക്കാം, ഞാൻ ഈ ജോലികളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ 2 വസ്ത്രമുണ്ട്, അതെന്റെ പ്രിയപ്പെട്ട ഉമ്മ നെയ്തു തന്നതാണ്. ആ ഉമ്മ തന്ന വസ്ത്രം ശുദ്ധിയുള്ളതാണ്, പൊരുത്തമുള്ളതാണ്, അത് പോരെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അത് ധാരാളമെന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരുഭൂമിയിൽ മരിക്കുകയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ജീവിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ഒറ്റയ്ക്ക് നടക്കുകയും നാളെ ഒറ്റയ്ക്ക് പുനർജന്മം നൽകുകയും ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതിന്റെ ശേഷം, ഉദ്ദേശം 26 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഈ മരിക്കുന്നത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോയ സംഭവം ഹബീബ് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഒറ്റക്കായിരിക്കും മരിക്കുകയെന്ന്. മഹാനായ സ്വഹാബിയുടെ കഫംപുട ഈ സ്വഹാബിയായ അൻസ്വാരിയായ ചെറുപ്പക്കാരൻ കഫംപുടയിൽ പൊതിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അതാ വരുന്നു പ്രമാണിയും പ്രഗൽഭനും പണ്ഡിതനുമായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരെ കൂഫയിൽ നിന്ന് വരികയാണ്. കൂഫയിൽ നിന്ന് വരുമ്പോ, ഇറാഖിൽ നിന്ന് വരുമ്പോ റബ്ദായിലൂടെ എല്ലാ കച്ചവട സംഘം പോകുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം വഴിതെറ്റിയതാണ്. ബഹുമാനപ്പെട്ടവർ വന്നു, അവർ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ, ഹാദാ സ്വഹാബിയ്യും മിൻ അസ്ഹാബി റസൂലില്ലാഹ്, ഇതൊരു സ്വഹാബിയുടെ മയ്യിത്താണ്. താഴെ ഇറങ്ങി മുഖത്തെ വസ്ത്രം നീക്കി നോക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവാണ്. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ. അവർ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, എത്ര സത്യമാണ്, യർഹമുല്ലാഹു അബൂദറിൻ യംശി വഹദ വയമൂതു വഹദ വയുബഅസു വഹദ. ഒറ്റക്കാണ് നടക്കുന്നത്, ഒറ്റക്കാണ് ജീവിക്കുന്നത്, ഒറ്റക്കാണ് മരിക്കുന്നത്, ഇനി ഒറ്റക്കായിരിക്കും പുനർജന്മം നൽകപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര മനോഹരമാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത്രയും കൃത്യമായി നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾ കണിശമായി പുലരുകയാണ്. അൽ ഖിലാഫത്തു ബഅദി 30 സന, എനിക്ക് ശേഷമുള്ള ഖിലാഫത്ത് 30 വർഷമാണെന്നും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നുണ്ട്, ഒന്നോർത്തു നോക്കണേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം, ഉമർ റളിയല്ലാഹു തആല അൻഹു 10 വർഷം, ഉമറുൽ ഫാറൂഖ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം, അലി റളിയല്ലാഹു അൻഹു 6 വർഷം, ഉമർ റളിയല്ലാഹു അൻഹു 6 വർഷം അല്ലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12, എത്ര, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2, ഉമർ റളിയല്ലാഹു തആല അൻഹു 10,
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 12 വർഷം, അലി റളിയല്ലാഹു അൻഹു 6 വർഷം, കൂട്ടി നോക്കുമ്പോൾ 30 സന 30 വർഷം കൃത്യമാണ്. കൃത്യമായും ഹബീബ് സല്ലല്ലാഹു തുമ്മ യകൂനു മുൽക്കുൻ, അതിനുശേഷം രാജാധികാരമാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ മുൽക്കൻ ഗദൂല, കടുത്ത ക്രൂരമായ ഭരണാധികാരികൾ വരാൻ പോകുന്നുണ്ട് അതിന്റെ ശേഷം എന്ന് വേറെയും. അങ്ങനെ ഈ ഉമ്മത്തിന്റെ കാലശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ആ തുടക്കകാലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതും ഇന്ന് അന്ത്യനാളിനോടടുത്ത് നിൽക്കുന്ന നമ്മുടെ അരികത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഒന്നൊന്നായി ഹബീബായി തങ്ങൾ കൃത്യമായി പറഞ്ഞതും എത്ര മനോഹരമാണ്. ഡിഷ് ആന്റിനകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാലം വരെ അന്ത്യനാള് സംഭവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുവാസുലൽ അത്ബാഖ്, തബഖ് എന്ന് പറയുന്നത് ഡിഷുകൾക്കാ പറയാ. ആധുനിക മോഡേൺ അറബിയിൽ തബഖ് എന്ന് പറയുന്ന ഡിഷുകളാണ്. സാറ്റലൈറ്റ് ഡിഷുകൾക്കാണ് തബഖ് എന്ന് പറയാ. അത്ബാഖ് സിനാഇയ, അഖ്ബാർ സിനാഇയ എന്നൊക്കെ പറയുന്ന പോലെ സാറ്റലൈറ്റ് ഡിഷുകൾക്ക് പറയപ്പെടുന്ന വാക്കാണ് ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുവാസ്വല തുവാസ്വില എന്ന വാക്ക് ഉപയോഗിച്ചത്. കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ഡിഷ് ആന്റിനകൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസങ്ങൾ എടുക്കുന്ന ദൈർഘ്യം വളരെ കുറഞ്ഞ നിസ്ഫു യൗമിൻ ഔ യൗം, ഒരു ദിവസമോ അര ദിവസമോ എടുത്ത് യാത്ര ചെയ്യുന്ന കാലം വരുമെന്ന് പറഞ്ഞു. വിമാനങ്ങളും റോക്കറ്റുകളും സ്പേസ് ഷട്ടിലുകളും കണ്ടെത്തപ്പെടുന്നത് ഈ ഒരു ഹദീസിന്റെ പിൻവെളിച്ചത്തിലല്ലേ? വളരെ കൃത്യമായി വയകൂനൽ വലദു ഖൈദൻ, മക്കൾ ദേഷ്യം പിടിപ്പിക്കുന്ന മക്കളായി വരുന്നതും വൽ മതറു ഖൈദൻ, ഉപകാരം ലഭിക്കാത്ത മഴ ലഭിക്കുന്നതും. മഴയുണ്ട് പക്ഷേ കൃഷിക്ക് ഉപകാരമില്ല, മഴയുണ്ട് പക്ഷേ വിളവെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ മഴ വരുന്നതും കാലാവസ്ഥകൾ മാറി മാറി വരുന്ന അപകടങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ അന്തരീക്ഷത്തിൽ, ഇവിടുത്തെ ചുറ്റുപാടുകളിൽ, മുസ്ലിമിന്റെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലയോ തങ്ങൾ വഫാത്താകുന്നതിന്റെ 83 ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് മൽ ഇസ്ലാമു മൽ ഈമാനു മൽ ഇഹ്സാനു മതസ്സാഅ വമാ അമാറാതുഹാ എന്ന വിശിഷ്ടമായ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഉണ്ടോ നബിയെ എന്ന് മനുഷ്യരൂപത്തിൽ വന്ന് ചോദിച്ചുവല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നഅം, അതിന് അടയാളങ്ങളുണ്ട്. അൻതലിദൽ അമതു റബ്ബതഹാ വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആഅശായ് യതതാവലൂന ഫിൽ ബുന്യാൻ. 21ാം നൂറ്റാണ്ടിൽ നടന്ന കഥകളിലേക്കാണ് നബി തങ്ങൾ പറയുന്നത്. അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു പെണ്ണ് തന്റെ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. ഹദീസ് പണ്ഡിതന്മാർ അതിന് കൊടുത്ത അർത്ഥം പെൺകുട്ടികൾ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാതാപിതാക്കളോട് അടിമകളോട് പെരുമാറുന്ന പോലെ പെരുമാറുന്ന കാലം, അടിമകളോട് കൽപ്പിക്കുന്ന പോലെ കൽപ്പിക്കുന്ന കാലം, മാതാപിതാക്കൾക്ക് അർഹമായ ബഹുമാനം നൽകാതെ വരുന്ന കാലമെന്ന്. തന്നെയുമല്ല, രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞ് എത്ര വ്യക്തമാണ്. അൻതറൽ ഹുഫാതൽ ഉറാത, കാലിൽ ചെരുപ്പില്ലാത്ത, ശരീരത്തിൽ വസ്ത്രം പൂർണ്ണമായും വസ്ത്രം വാങ്ങിക്കാൻ കഴിവില്ലാതിരുന്നവർ, അൽ ആലത, ദരിദ്രന്മാരായിരുന്നവർ, റിആഅശായി, ഒട്ടകങ്ങളെ ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ആളുകൾ, അവരൊക്കെ യതതാവലൂന ഫിൽ ബുന്യാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാനിടയായാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തഅനീഹിം യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാ നബിയെ നിങ്ങൾ ഈ പറയുന്നത്? ഖാല അൽ അറബ്, അറബികളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞു. അറബികൾ ഒട്ടകത്തിന്റെ കയർ പിടിച്ച് നടന്നവർ. എന്ന് ഇഖ്ബാലിന്റെ കവിതകളൊക്കെ കാണാം. ഷുത്തുർബാൻ, ഒട്ടകത്തിനെ മെച്ച് നടക്കുന്ന ആളുകൾ, ഒട്ടകത്തിന്റെ കയർ പിടിച്ച് നടന്ന ആളുകൾ. വലിയ വലിയ ടവറുകൾ, ബുർജ് ഖലീഫയെ പോലെയുള്ള വേൾഡ് ക്ലാസ് ടവറുകൾ, സ്കൈ സ്ക്രാപ്പറുകൾ ഉണ്ടാക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് മരുഭൂമിയിൽ ടെന്റ് മാത്രം വെച്ച് പരിചയമുള്ള
മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്ക് ടെക്നോളജി വേണം, അതിനെപ്പറ്റി എഞ്ചിനീയറിംഗ് വേണം, അതിനെ പറ്റിയ മെറ്റീരിയൽസ് വേണം. ഇതെല്ലാം കണ്ടെത്തപ്പെടുന്നതിന്റെ മുമ്പ് ടോളസ്റ്റ് ടവറുകൾ അറബികളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് 21-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് ഇതൊക്കെ വിളിച്ചോതുന്നത്. ആ ഹബീബ് വിളിച്ചു പറഞ്ഞത്, നമ്മളോട് പറഞ്ഞു തന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ ആ ഹബീബ് നമ്മളോട് പറയില്ല. അള്ളാഹു പറഞ്ഞു കൊടുത്തത്, അള്ളാഹു അറിയിക്കാൻ പറഞ്ഞത് മാത്രമേ നബി പറയൂ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഒരുപോലെ അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നുവെന്ന് ഹബീബിന്റെ ജീവിതത്തിന്റെ ദർശനം, ഹബീബ് പറഞ്ഞത് സ്വന്തം വാക്കുകളായിരുന്നില്ല എന്നും അള്ളാഹു പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ വന്ന അള്ളാഹുവിന്റെ മുത്താണ്. സയ്യിദുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖാണ്, ഖൈറുൽ ബശറാണ്, സയ്യിദുൽ കൗനൈനി വസ്സഖലൈനിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുഅ്ജിസാത്തുകൾ വഫാത്തിന്റെ ശേഷവും നടന്നിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. സഫീനത്തു മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായിരുന്ന സഫീന റളിയല്ലാഹു അൻഹുവാണ് ഒരു പ്രദേശത്ത് എത്തിപ്പെട്ട് ഒരു സിംഹം കടിക്കാൻ വന്നപ്പോ ബഹുമാനപ്പെട്ട സഫീന തങ്ങൾ പറഞ്ഞില്ലേ, ആ സിംഹം അരികത്തേക്ക് വന്നപ്പോ അന മൗലാ റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയാണ് എന്ന് പറഞ്ഞപ്പോ ആ സിംഹം അതിന്റെ തല താഴ്ത്തുകയും അതിന്റെ ചുമല് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ തള്ളുകയും ജനങ്ങൾ കടന്നു പോകുന്ന പ്രധാന വഴി ഏതാണെന്നറിയാതെ കടന്ന സഫീന റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ കടന്നു പോകുന്ന ഹൈവേ വരെ, പ്രധാനപ്പെട്ട വഴി വരെ ബഹുമാനപ്പെട്ടവരെ തള്ളിക്കൊണ്ടുപോവുകയും ഹംഹമ എന്നിട്ട് തല കൊണ്ട് ആട്ടി ഞാൻ യാത്ര പറയുകയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ വിട്ട സംഭവം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇത് ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് നടക്കുന്നത്. അന മൗലാ റസൂലില്ലാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഉമ്മത്തികളായി മാറാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നാളെ തരട്ടെ. അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനോട് ചോദിക്കുക, റബ്ബിനോട് ചോദിക്കുക, ഹബീബായ തങ്ങളോട് ശഫാഅത്ത് തരണേ റബ്ബേ എന്ന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് വേണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ ഫകുല്ലി ശഫീഅൻ യൗമ ലാദു ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. നബിയേ എനിക്ക് ശഫാഅത്ത് വേണം നബിയേ, അങ്ങനെക്ക് ശുപാർശ വേണം. ഹബീബായ നബി തങ്ങളുടെ ശുപാർശ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടായതിന്റെ പേരിൽ ഇങ്ങോട്ട് കഷ്ടപ്പാട് സഹിച്ച് നടന്നു വന്നവർ, വിഷമിച്ചവര്, ദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് ഖൽബിൽ നിറച്ചു തരികയും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹുവേ നിന്റെ ഹബീബ് നാളെ സുജൂദ് ചെയ്യുമ്പോൾ ഇശ്ഫഅ തുശഫഅ യാ മുഹമ്മദ് ഇർഫഅ റഅസക ഇശ്ഫഅ തുശഫഅ സൽ തുഅത, ചോദിച്ചോളൂ തരാം, നിങ്ങൾ ശഫാഅത്ത് ചെയ്തോളൂ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും, തല ഉയർത്തിക്കോളൂ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിലെ വൻപാപികൾക്ക് ശഫാഅത്ത് വേണം അല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഹബീബായ നബി തങ്ങളുടെ ആ ഹുബ്ബിന് വേണ്ടി ശഫാഅത്തിന് വേണ്ടി ഹൗദുൽ കൗസർ കുടിക്കാൻ ഹബീബിനെ സ്വപ്ന ദർശനത്തിൽ ഒരുപാട് തവണ കാണാൻ, അവിടുത്തെ വിശുദ്ധമായ റൗള ഷരീഫ് ചെന്ന് കാണാൻ, വിശുദ്ധമായ കഅബാലയം കാണാൻ, അവിടെ ചെന്ന് തവാഫ് ചെയ്യാൻ, അതൊക്കെ ഹബീബ് നടന്നുപോയ സ്ഥലമാണ്. ഹബീബ് ഉമ്മ വെച്ച കല്ലവിടെയുണ്ട്, വിശുദ്ധമായ ഹജറുൽ അസ്വദ്. ഹബീബ് സുജൂദ് ചെയ്ത മേഖലയാണത്. ഹബീബ് സുജൂദ് ചെയ്ത പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ഹബീബ് നടന്ന ഇടമാണ് സഫാ മർവക്കിടയിലുള്ള സ്ഥലം. അവിടുന്ന് പോയ സ്ഥലമാണ് അറഫയും മുസ്ദലിഫയും ഒക്കെ. ജബലുർ റഹ്മയിൽ കയറി നിന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് എമ്പാടും നിസ്കാരത്തെ
സിയാറത്തിന് നടന്നിരുന്ന വിശുദ്ധമായ ഖബറിന്റെയും ഹബീബായ തങ്ങളുടെ വീടായിരുന്നു. അല്ലാതെ ആ വീടിന്റെയും സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ റൗളയുടെ ഒരു കഷ്ണമുണ്ടല്ലോ, അവിടെ ജീവിക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഹുനസ്സലാമു അലാ റസൂലില്ലാഹ്, ഇവിടെയാണ് നബിയോട് സലാം പറയേണ്ടത് എന്ന് പറഞ്ഞിടത്ത് ചെന്ന് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഹബീബിനോട് സലാം പറയണം. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അവിടുത്തെ സ്വാഹിബൈനിയോട് സലാം പറയണം, അവിടുത്തെ സ്വഹാബിനോട് സലാം പറയണം. ഹബീബായ നബി ഞങ്ങൾ അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഹബീബ് തങ്ങളോട് പറയുന്ന സ്വലാത്തുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ അവിടെ ജീവനോടെ ഇരിക്കുകയാണെന്നും അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് നമ്മുടെ അഖീദയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമസ്ഥാനമാണ് അവിടം. റഫീഖുൽ അലയിലേക്കാണ് നബി തങ്ങൾ പോകുന്നത്. അവിടേക്കാണ് ഹബീബ് തങ്ങളുടെ റൂഹിന്റെ കണക്ഷൻ കിടക്കുന്നത്. ഹബീബ് റൗദയിൽ ചെന്ന് കിടക്കുന്നത്. ഈ ഉമ്മത്തിന്റെ അമലുകൾ കാണിക്കപ്പെടുന്നുണ്ട് അവിടത്തേക്ക്. നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കാണുമ്പോൾ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ കാണിക്കപ്പെടുമ്പോൾ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു തെറ്റ് ചെയ്യുമ്പോഴും 2, 3, 4 തെറ്റുകൾ ചെയ്യും. എല്ലാ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴും ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഉമ്മയും വാപ്പയും അങ്ങനെ ചെയ്യോ? ഉമ്മയും വാപ്പയും പുറത്തു തരും. 1, 2, 3, 4, 5 പ്രാവശ്യം ഹബീബ്. അതിൻ്റെ ഒക്കെ പുറത്താണ് നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും. അതുകൊണ്ടാണ് ഹബീബിനെ പറ്റി ഉമ്മയെക്കാളും വാപ്പയെക്കാളും വലുത് നബി തന്നെയാണെന്ന് പറയാൻ കാരണം. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي വൽഹബീബിൽ അറബി. ഒരു ഉപ്പക്ക് ഉപ്പയാവാനേ കഴിയൂ, ഒരു ഉമ്മാക്ക് ഉമ്മയാവാനേ കഴിയൂ. അല്ലാഹുവിന്റെ ഹബീബ് രണ്ടുമാണ്. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെടുന്ന ഉമ്മത്തുകളിൽ അല്ലാഹുവേ ഞങ്ങളെ ചേർത്തിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്.